Hi, welcome. Last class chemical properties of alkane ഹാലോജനേഷൻ റിയാക്ഷൻ ആണ് പഠിച്ചത്. അഥവാ ഒന്നാമത്തെ റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൻ്റെ തന്നെ എ പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തത്. ഇനി രണ്ടാമത്തെ പാർട്ട് ദാറ്റ് ഈസ് നൈട്രേഷൻ റിയാക്ഷൻ. നൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NO2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ അൽക്കേനിലെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ NO2 വരിക. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ മെമ്പേഴ്സ് does not undergo nitration at ordinary condition. എന്നാൽ ഹൈ ടെമ്പറേച്ചർ അഥവാ വേപ്പർ ഫേസിലേക്ക് മാറ്റിയിട്ട് അവർ നൈട്രേറ്റ് ചെയ്യാം. പക്ഷേ നൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് മുറിഞ്ഞ് ഫ്രാഗ്മെൻറ്റേഷൻ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നത് കേൾക്കോളൂ. ലോവർ മെമ്പേഴ്സ് ഡസ് നോട്ട് അണ്ടർഗോ ഓർഡിനറി നൈട്രേഷൻ ബട്ട് അണ്ടർഗോ വേപ്പർ ഫേസ് നൈട്രേഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രൊപ്പെയിൻ എടുക്കാന്നിരിക്കട്ടെ. പ്രൊപ്പെയിനിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു. ഫ്യൂമിങ് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് വേപ്പേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഹൈ ടെമ്പറേച്ചറിൽ. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയാമോ? ഇത് ഞാൻ കാണിക്കുന്ന നോക്കോളൂ. ഇവിടുത്തെ ഹൈഡ്രജൻ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ഭാഗം മുറിഞ്ഞിട്ട് നമുക്ക് നൈട്രോ ഈഥേനും കിട്ടും, പിന്നെ നൈട്രോ മീഥേനും കിട്ടും. ഇങ്ങനെ മുറിഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് നൈട്രോ ആൽക്കെയിനാണ് കിട്ടുക. എന്നാൽ ഇതേ റിയാക്ഷൻ തന്നെ നമുക്ക് ഹയർ 6 മെമ്പറും അതിൻ്റെ മുകളിലുള്ള ആൽക്കെയിനാണെങ്കിൽ, ഇപ്പോൾ ഞാൻ C6H14 എന്നെടുത്തു, 6 കാർബണും അതിൻ്റെ മുകളിലാണെങ്കിലൊക്കെ അതേപോലെ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്ത് ഓർഡിനറി നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രാഗ്മെൻറ്റേഷൻ ഇല്ലാതെ C6H13NO2 എന്ന നൈട്രോ ആൽക്കെയിൻ കിട്ടും. കണ്ട, ഇവിടെയും സെക്കൻഡറി പ്രോഡക്റ്റാണ് മേജറായിട്ട് കിട്ടുക സാധാരണ ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച്. സോ ലോവർ മെമ്പേഴ്സ് അപ് ടു 6 കാർബൺ അണ്ടർഗോസ് നൈട്രേഷൻ അണ്ടർ വേപ്പർ ഫേസ് നൈട്രേഷൻ ആൻഡ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. പക്ഷേ 6 കാർബൺ അതിന് മുകളിലേക്കാണെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒന്നുമില്ല, ഓർഡിനറി നൈട്രേഷൻ നടക്കുകയും പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. റെഡി അല്ലേ? ഇനി അടുത്തതാണ് സൾഫണേഷൻ. സൾഫണേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോവർ മെമ്പേഴ്സ് സൾഫണേഷൻ നടക്കാനല്ല, 6 കാർബണും അതിൻ്റെ മുകളിലേക്ക് സൾഫണേഷൻ നടക്കുകയുള്ളൂ. സൾഫണേഷൻ നടന്നാൽ തന്നെ സൾഫണേഷൻ നടന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡറി ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും മേജറായിട്ട് കിട്ടുക. നോക്കിക്കോളൂ, ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം ആൻഡ് വി ഗെറ്റ് 1 2 3 4 5 6 സൾഫോണിക് ആസിഡ്. കണ്ട, സെക്കൻഡറി സൾഫോണിക് ആസിഡ് കിട്ടുന്ന രീതിയിലാണ് മേജർ പ്രോഡക്റ്റ് ഉണ്ടാവുക. സിമ്പിളാണ്. ലോവർ മെമ്പേഴ്സ് സൾഫണേഷൻ എടുക്കാറില്ല. സോ അതും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞു. ഒന്നാമത്തെ റിയാക്ഷൻ എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് അവർ മെയിൻ സെക്കൻഡ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്സിഡേഷൻ റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് മൊത്തം റിയാക്ഷൻ ലിസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒന്നായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, 2 ഓക്സിഡേഷൻ റിയാക്ഷൻ, അങ്ങനെ പോവായിരുന്നല്ലോ. ഈ ഓക്സിഡേഷൻ റിയാക്ഷനിൽ തന്നെ നമുക്ക് കമ്പഷൻ ഓക്സിഡേഷൻ ഉണ്ട്, കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഓക്സിഡേഷൻ ചെയ്യുക, കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഉണ്ട്. ദെൻ സാധാരണ കെമിക്കൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള KMnO4 ഒക്കെ വെച്ചിട്ടുള്ള ഓക്സിഡേഷൻ, ദാറ്റ് ഈസ് കെമിക്കൽ ഓക്സിഡേഷൻ ഉണ്ട്. നമുക്ക് ഓരോന്നിലേക്കും പോകാം അല്ലേ. ഫസ്റ്റ് കമ്പഷൻ ഓക്സിഡേഷൻ ആയിക്കോട്ടെ. അതിൽ കമ്പഷൻ ഓക്സിഡേഷൻ. സി കമ്പഷൻ ഓക്സിഡേഷൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ അല്ലേ. ഓക്സിജനുമായിട്ട് കത്തുന്നതിനെയാണ് കമ്പഷൻ എന്ന് പറയുന്നത്. നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ കമ്പഷൻ കണ്ടതാണ്. എനിവേ, കമ്പഷൻ ഓക്സിഡേഷൻ റിയാക്ഷനിൽ തന്നെ നമുക്ക് 2 രീതിയിൽ കമ്പഷനെ പഠിക്കാം. ഒന്ന് കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടുക, റിയാക്ഷൻ നടക്കാൻ വേണ്ടത് ഓക്സിജൻ കംപ്ലീറ്റ് കിട്ടുക. ഫോർ എക്സാമ്പിൾ നമ്മൾ മീഥേൻ എടുക്കാന്നിരിക്കട്ടെ. മീഥേന് കമ്പഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓക്സിജൻ വേണം. ആ 2 ഓക്സിജൻ ഉപയോഗിച്ചിട്ട് മീഥേൻ കാർബൺ ഡൈ ഓക്സൈഡും
വാട്ടറുമായിട്ട് മാറുക. ഇതൊരു കമ്പഷൻ റിയാക്ഷനാണ്. ഓക്കെ, ഇത് ആൽക്കൈൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഫലമായിട്ട് അവിടെ കുറച്ച് ഹീറ്റ് വിടും. ആ ഹീറ്റിൻ്റെ പേരാണ് എന്ത്? എൻതാൽപ്പി ഓഫ് കമ്പഷൻ. ഈ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ കൂടും കേട്ടോ. എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ കമ്പഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ദാറ്റ് ഈസ് മീഥേനേക്കാളും വിടും മീഥേന് ആൻഡ് സോ ഓൺ. ഫൈൻ, ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. CN അല്ലെങ്കിൽ CXHY പ്ലസ് X പ്ലസ് Y/4O2 gives XCO2 പ്ലസ് Y/2H2 എന്ന ഈ ഇക്വേഷൻ പഠിച്ചാൽ ഏത് ഇക്വേഷനും ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ കുട്ടികളോട് ഈ ഇക്വേഷൻ പഠിക്കാൻ പറയൽ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇതന്നെ ഓപ്ഷനിൽ തന്നാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വേറെ ഏതെങ്കിലും മോളിക്കൂളാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബ്യൂട്ടൈൻ ആണ് തരുന്നതെന്നിരിക്കട്ടെ. ബ്യൂട്ടൈൻ ആണെങ്കിൽ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് എക്സ് ഇതും വൈ ഇതുമായിട്ട് X പ്ലസ് Y/4 എന്ന് പറഞ്ഞാൽ 4 + 10/4 ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. പക്ഷെ അങ്ങനെ കോംപ്ലിക്കേഷൻ വരുന്നതിനേക്കാൾ നല്ലത് ജസ്റ്റ് നിങ്ങളൊരു ബ്ലാങ്ക് ഇട്ടിട്ട് ഓക്സിജൻ ഗീവ്സ്, ബ്ലാങ്ക് ഇട്ടിട്ട് CO2 പ്ലസ് ബ്ലാങ്ക് ഇട്ട് വാട്ടർ എന്ന് എഴുതുക. ഇനി നോക്കിക്കോ, ഇവിടെ എത്ര കാർബണാണ് ഉള്ളത്? 4 എണ്ണം. സോ ഞാനിവിടെ 4 CO2 വേണമല്ലോ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 10 എണ്ണം. അപ്പോൾ 10 ഹൈഡ്രജൻ പ്രോഡക്റ്റിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് 5 H2O. ആദ്യം ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആളെ ബാലൻസ് ചെയ്യണം. പിന്നീട് എന്ത് ചെയ്യണം? ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്യണം വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർബണെ ബാലൻസ് ചെയ്തു, പിന്നെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്തു. ഇനി ഇവിടെ നോക്ക്, 4 × 2 8, ഇവിടെ 8 എണ്ണമായി, ഇവിടെ 5 ഓക്സിജനും, 8ഉം 5ഉം 13 ഓക്സിജൻ ഉണ്ട്. നോക്ക്, 4 × 2 8 + 5 13. സോ നമ്പർ ഓഫ് ഓക്സിജൻ ഉപയോഗിക്കേണ്ടത് 13/2. ഇപ്പോൾ കണ്ട 13/2 6.5 O2 എന്ന് പറഞ്ഞാൽ 13O. കണ്ട അവിടെ കിട്ടിയില്ലേ? ഇവിടെയും 13O ആണ്, ഇവിടെയും 13O ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപകാരപ്പെടുക. ഇതിപ്പോൾ ഓർഗാനിക്കിലല്ല ഇതിന് ഇമ്പോർട്ടൻസ്, മോൾ കോൺസെപ്റ്റിൽ പ്രോബ്ലം ചോദിക്കും. എന്ത്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 mole ബ്യൂട്ടൈൻ. അപ്പോൾ ഇവിടെ ആകെ അറിഞ്ഞിരിക്കേണ്ട നോളജ് ഇത് ടാലി ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഉത്തരം 13/2 ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ, ഓടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കമ്പഷൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് അറിയുക. ബാലൻസ് ചെയ്യാൻ ആദ്യം കാർബൺ ബാലൻസ് ചെയ്യുക, പിന്നെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക, പിന്നെ അവിടെ നിന്നുള്ള ഓക്സിജൻ്റെ എണ്ണം ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാലൻസ് ആയി. പിന്നെ വെറുതെ X + Y/4 O2 ഒക്കെ ചെയ്ത് സമയം കളയേണ്ടതില്ല. സെറ്റല്ലേ? റെഡി. നെക്സ്റ്റ്, കംപ്ലീറ്റ് കമ്പഷൻ കഴിഞ്ഞു. കംപ്ലീറ്റ് കമ്പഷൻ ഓക്കെയാണ്, നോ പ്രോബ്ലം. എന്നാൽ ചില സമയത്ത് കമ്പഷൻ നടക്കുമ്പോൾ വേണ്ടത്ര ഓക്സിജൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടില്ല. അത്തരം കമ്പഷനാണ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയാം. പിന്നെ അവിടെ എന്താ കിട്ടുക എന്നും കൂടി നോക്കിക്കോളൂ. ഇൻകംപ്ലീറ്റ് കമ്പഷൻ്റെ പ്രോഡക്റ്റ് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ CH4N എടുത്തു. ഇവിടെ റിയാക്ട് ചെയ്യാൻ 2 ഓക്സിജൻ ഇല്ല, പകരം 1.5 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഉള്ള ഓക്സിജൻ മുഴുവനായിട്ടും വാട്ടർ ഫോം ചെയ്യാൻ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ ഉണ്ടാവില്ല, കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. കണ്ട, നമുക്ക് പോയിസണസ് ഗ്യാസ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡാണ് ഫോം ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഓക്സിജൻ അളവ് ഇതിനേക്കാളും കുറവാണെന്നിരിക്കട്ടെ, ആകെ 1 ഓക്സിജനേ ഉള്ളൂ, ദാറ്റ് ഈസ് 2O ആണ് ഉള്ളതെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് കാർബൺ മോണോക്സൈഡ് ആവാനും പറ്റില്ല, കാർബൺ ആവാനേ പറ്റുള്ളൂ. കാരണം വാട്ടർ ആവാൻ അവിടെ വേണമല്ലോ, കിട്ടി 2 ഓക്സിജനും. ഇങ്ങനെ നമുക്ക് ഇൻകംപ്ലീറ്റ് കമ്പഷൻ്റെ ഫലമായിട്ട് കാർബൺ ബ്ലാക്ക് കിട്ടും. ഇത് മോശമില്ല, ഇതാണ് കാർബൺ ബ്ലാക്ക് എന്നറിയപ്പെടുന്നത്. ഈ കാർബൺ ബ്ലാക്കാണ് ഈ പ്രിൻറ്റേഴ്സ് ഇങ്കിലും പിഗ്മെൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ സാധനമാണ് ചാർക്കോൾ, മറ്റേ ഈ വാട്ടർ പ്യൂരിഫിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നത് ഈ കാർബൺ ബ്ലാക്കാണ്, വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഹൈഡ്രോകാർബൺ. റെഡി അല്ലേ? സോ കമ്പഷൻ റിയാക്ഷനിൽ നമ്മൾ 2 ഹെഡിങ് കണ്ടു. എന്തൊക്കെയാണ്? കംപ്ലീറ്റ് കമ്പഷനും കണ്ടു, ഇൻകംപ്ലീറ്റ് കമ്പഷനും കണ്ടു. കംപ്ലീറ്റ് കമ്പഷൻ നമ്മൾ സാധാരണ പറയാറുള്ള റിയാക്ഷനാണ്. ഇൻകംപ്ലീറ്റ് കമ്പഷനിലേക്ക് പോയപ്പോൾ കാർബൺ ബ്ലാക്ക് എന്ന ഒരു പ്രത്യേക കോമ്പൗണ്ട് കണ്ടു. കോമ്പൗണ്ട് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം വാട്ടർ പ്യൂരിഫിക്കേഷനും അതുപോലെ നമ്മൾ പ്രിൻറ്റേഴ്സ് ഇങ്കിലും പിഗ്മെൻസിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കമ്പഷൻ ഓക്സിഡേഷൻ നമ്മൾ പൂർത്തിയാക്കി, ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് കാറ്റലിറ്റിക് ഓക്സിഡേഷനിലേക്ക് പോകാം. രണ്ടാമത്തതാണ് catalytic oxidation. See, second one, catalytic oxidation. B. Catalytic oxidation. Catalytic oxidation. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തുക.
ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, അതാണ് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ. കണ്ടോളൂ, ഞാൻ മീഥെയ്ൻ തന്നെ എടുക്കട്ടെ. വ്യത്യസ്ത കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത പ്രോഡക്റ്റുകളാണ് കിട്ടുക. ഇവിടെ ഞാൻ കാറ്റലിസ്റ്റിനെ കണ്ട കമ്പഷൻ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ചെയ്യുകയാണ്. ഒരു 523 കെൽവിനിലേക്കൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. ഐ മീൻ ഇതിൻ്റെ മുകളിലേക്ക് വല്ലാതെ പോകാൻ പാടില്ല, 523 കെൽവിനിലേക്ക്. അപ്പോൾ ഈ മീഥെയ്ൻ എന്നുള്ള സാധനം മെത്തനോളായിട്ട് മാറും. എന്തായിട്ട് മാറുക? മെത്തനോളായിട്ട് മാറും. ഫൈൻ. ഇനി അടുത്തത് മറ്റൊരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വേറെ പ്രോഡക്റ്റ് കിട്ടും. കണ്ട, ഇവിടെ ഇപ്പോൾ നമ്മൾ കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ മെത്തനോളാണ് കിട്ടിയത്. എന്നാൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് മോളിബ്ഡിനത്തിൻ്റെ ഓക്സൈഡാണെന്നിരിക്കട്ടെ, MO2O3 കാറ്റലിസ്റ്റ്. അപ്പോൾ ഓക്സിഡേഷൻ നടന്നിട്ട് ഇത് ഫോർമാൽഡിഹൈഡായിട്ട് മാറും, HCHO എലോങ് വിത്ത് വാട്ടർ. കണ്ട, സോ കാറ്റലിസ്റ്റ് മാറുമ്പോൾ പ്രോഡക്റ്റ് കിട്ടുന്നത് മാറും. നോക്കൂ, ഇനി ഒരു റിയാക്ഷനും കൂടെ ഉണ്ട് കാറ്റലിറ്റിക് ഓക്സിഡേഷനിൽ പറയാൻ. ദാറ്റ് ഈസ് മാംഗനീസ് അസറ്റേറ്റ് ഉപയോഗിച്ചിട്ട് CH3COO ട്വൈസ് Mn, മാംഗനീസ് അസറ്റേറ്റ്, മറ്റൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോഴും ഓക്സിഡേഷൻ നടക്കും, പക്ഷേ ഇപ്പോൾ കിട്ടുന്നത് ആസിഡാണ്, HCOOH+H2O. എന്ത് മനസ്സിലായി മക്കളെ? എല്ലാം കാറ്റലിസ്റ്റ് മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ് ഇങ്ങനെ മാറി വരുന്നു. ഇത് നിങ്ങൾ മാറിപ്പോവരുത്. ഇത് വെച്ചിട്ട് ഇത് കിട്ടുന്നു, ഇത് വെച്ചിട്ട് അത് കിട്ടുന്നു, നമുക്ക് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമ്മൾ ആൽക്കഹോൾ ആൻഡ് ഫിനോൾ എന്ന ചാപ്റ്ററിൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ റിയാക്ഷൻ വിത്ത് ഹോട്ട് കോപ്പർ വരുന്നുണ്ട്. അവിടെ ആൽക്കഹോൾ 573 കെൽവിനിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി ഗീവ്സ് ആൽഡിഹൈഡ്, സെക്കൻഡറി ഗീവ്സ് കീറ്റോൺ, ടെർഷ്യറി ഗീവ്സ് ആൽക്കീൻ എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആൽക്കഹോളും കോപ്പറും കൂടി ഒരു അഭേദ്യ ബന്ധമുണ്ട്. ആ ചാപ്റ്റർ പഠിച്ചാൽ കിട്ടും. ആ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രോഡക്റ്റ് ആൽക്കഹോളാണെന്ന് ഓർത്ത് വെക്കുക. ഫൈൻ. ഇനി ഇവിടെ നോക്കുക, ഇതൊരു ആസിഡ് സോൾട്ട് അല്ലേ. ആസിഡ് സോൾട്ട് ഉപയോഗിക്കുമ്പോൾ ആസിഡാണ് പ്രോഡക്റ്റ് എന്നതും ഓർത്ത് വെക്കാം. പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേത് ഓർത്ത് വെക്കാമല്ലോ. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ്റെ പ്രോഡക്റ്റിനെ ഓർത്ത് വെക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ തരുമ്പോൾ കൺഫ്യൂസ് ആക്കാൻ ഇത് കാരണമാകും. അപ്പോൾ നല്ലോണം ഇങ്ങനത്തെ കോഡ് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങനെ പഠിച്ച് പോകാം കേട്ടോ. സിമ്പിൾ. ആൻഡ് ദ തേർഡ് ഓക്സിഡേഷൻ ഈസ് കെമിക്കൽ ഓക്സിഡേഷൻ. കെമിക്കൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ യൂസിങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കെയിൻസ് ഡസ് നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ. ആൽക്കെയിൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ചിട്ട് ഓക്സിഡേഷൻ തരില്ല. പക്ഷേ ടെർഷ്യറി ഹൈഡ്രജൻ ഉള്ള ആൽക്കെയിൻ, ടെർഷ്യറി ഹൈഡ്രജൻ കണ്ടെയ്നിങ് ആൽക്കെയിൻ അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്ന നോക്കിക്കോളൂ. CH3 ഹൈഡ്രജൻ. ഈ കാർബൺ ടെർഷ്യറിയാണ്, അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ എന്താണ്? ടെർഷ്യറിയാണ്, ടെർഷ്യറി ഹൈഡ്രജനാണ്. ടെർഷ്യറി കാർബണിലുള്ള ഹൈഡ്രജൻ്റെ പേരാണ് ടെർഷ്യറി ഹൈഡ്രജൻ. എങ്ങനെ? ടെർഷ്യറി കാർബണിലുള്ള ഹൈഡ്രജൻ്റെ പേരാണ് ടെർഷ്യറി ഹൈഡ്രജൻ. സെക്കൻഡറി കാർബണുള്ള ഹൈഡ്രജൻ്റെ പേരാണ് സെക്കൻഡറി ഹൈഡ്രജൻ. സോ ഇതൊക്കെ പ്രൈമറി ഹൈഡ്രജനുകളും പ്രൈമറി കാർബണുകളുമാണ്. ഇത് ടെർഷ്യറി കാർബൺ, ടെർഷ്യറി ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? KMnO4 ആഡ് ചെയ്യാണ്. നമുക്കറിയാം KMnO4ഉം K2Cr2O7 ഒക്കെ സൂപ്പർ ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണല്ലോ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ H മാറ്റിയിട്ട് അവിടെ ആൽക്കഹോളായിട്ട് മാറും. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നടക്കും. CH3CCH3CH3OH. ദാറ്റ്സ് ഓൾ. കിട്ടിയില്ലേ? സോ ടെർഷ്യറി ഹൈഡ്രജൻ കണ്ടെയ്നിങ് ആൽക്കൈൻ അണ്ടർഗോസ് ഓക്സിഡേഷൻ ടു ഗീവ് ടെർഷ്യറി ആൽക്കഹോൾ. ഇനി ഞാൻ ഒരു ചെറിയൊരു പോയിന്റ് ഇവിടെ പറഞ്ഞോട്ടെ. ഇത് കുറച്ച് അപ്പുറത്തേക്കൊക്കെ അറിയുന്ന ആൾക്കാർക്കാണ് ഈ പോയിന്റ് ഉപകാരപ്പെടുക. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം കഴിഞ്ഞിട്ട് ആ ഭാഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മ വരും. സാധാരണ ഒരു മോളിക്യൂളിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുക KMnO4 ആണ്. ബേയേഴ്സ് റിയേജൻ്റ് എന്ന് പറയും. ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. അപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലും റിയാക്ട് ചെയ്യും. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ റിയാക്ട് ചെയ്യില്ല. അതാണല്ലോ. അതുകൊണ്ട് തന്നെ ബേയേഴ്സ് റിയേജൻ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് അൺസാച്ചുറേഷൻ. ഡബിളോ ട്രിപ്പിളോ ഉണ്ടെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാകും. KMnO4 ഡീപ്പ് വയലറ്റ് കളറാണല്ലോ, ആ കളർ ഡിസപ്പിയർ ആകും. പക്ഷേ ആൽക്കെയിനിലേക്ക് ഒഴിച്ചാലോ ഡിസപ്പിയർ ആവില്ല. കാരണം എന്താ? ആൽക്കെയിൻ റിയാക്ട് ചെയ്യില്ല. പക്ഷേ ചതി പറ്റും. എവിടെ? ഇത്തരം ആൽക്കെയിൻ ആണെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാക്കും.
ഇത്തരം ആൽക്കീനാണെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, താഴെ പറയുന്നതിൽ KMnO4 ഡീകളറൈസ് ചെയ്യുന്നത് ആരാണ് എന്നുള്ള ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ആൽക്കീൻ ഡീകളറൈസ് ചെയ്യും, ആൽക്കൈൻ ഡീകളറൈസ് ചെയ്യും. ആൽക്കൈൻ ചെയ്യില്ല നോർമലി, ബട്ട് ദോസ് ആൽക്കീൻ ഹാവിങ് ടെർഷ്യറി ഹൈഡ്രജൻ വിൽ ഡീകളറൈസ്. കണ്ട, ഈ ടെർഷ്യറി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ഡീകളറൈസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇതോടെ നമ്മുടെ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി അഥവാ ഓക്സിഡേഷൻ റിയാക്ഷനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ഐസോമറൈസേഷൻ റിയാക്ഷൻ. അവർ തേർഡ് ഹെഡിങ് ഈസ് ഐസോമറൈസേഷൻ റിയാക്ഷൻ. ഐസോമറൈസേഷൻ റിയാക്ഷൻ. നോക്കിക്കോളൂ, ഐസോമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കീൻ അതിൻ്റെ ഐസോമറായിട്ട് മാറുക. കൺവേർഷൻ ഓഫ് ആൻ ആൽക്കീൻ ഇൻറ്റു ഇറ്റ്സ് ഐസോമർ ഈസ് ടേംഡ് ആസ് ഐസോമറൈസേഷൻ. ഇവിടെ ഐസോമറൈസിങ് പർപ്പസിന് ഉപയോഗിക്കുന്നത് അൺഹൈഡ്രസ് AlCl3 ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആണ്, അല്ലെങ്കിൽ കോൺ HCl ബാർ അൺഹൈഡ്രസ് AlCl3 എന്ന് പറയാം. നോക്കിക്കോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് ഒരു ബ്യൂട്ടീൻ ഉണ്ടെന്നിരിക്കട്ടെ. ബ്യൂട്ടീനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl-നെ അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ റിയാക്ഷൻ വിധേയമാക്കി. എന്താണ്ടാവുകയെന്നറിയോ? ഇതിപ്പോൾ ബ്യൂട്ടൈൻ അല്ലേ, അത് മാറി ഐസോബ്യൂട്ടൈൻ ആകും, അതിൻ്റെ ഐസോമറായി. ഇങ്ങനൊരു മോളിക്കൂൾ അതിൻ്റെ ഐസോമർ ആകുന്നതിൻ്റെ പേരാണ് ഐസോമറൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഐസോമറൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിച്ചത് ആരെയാണെന്ന് നോക്ക്, നല്ലോണം ശ്രദ്ധിക്കുക. ഐസോമറൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിച്ചത് കോൺ HCl ബാർ അൺഹൈഡ്രസ് AlCl3. മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഇതാ പെൻഡൈൻ ആയിക്കോട്ടെ. പെൻഡൈനിലേക്ക് നമ്മൾ ഈ പറയപ്പെട്ട AlCl3യെ HClൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്തു. അപ്പോൾ N പെൻഡൈൻ എന്നുള്ളത് ഐസോപെൻഡൈൻ ആകും പ്ലസ് നിയോപെൻഡൈൻ ആകും. കണ്ടാ, ഭയങ്കര രസമാണ്. അടുത്ത റിയാക്ഷൻ നോക്ക്. ഇതാ അത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണെന്നിരിക്കട്ടെ ഓൾറെഡി ഉള്ളത്. അതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്തതെങ്കിൽ ആ പ്രോഡക്റ്റ് 2 ബ്രാഞ്ചായിട്ട് വരാം. കണ്ട, ഇതിപ്പോൾ 1 2 3 4 5 6 1 2 3 4 5 6 പ്ലസ് അത് ഇങ്ങനെ വരാം. കണ്ട, അത് ഐസോമറുകളായിട്ട് മാറാം. ഇങ്ങനെ ഒരു മോളിക്കൂൾ അതിൻ്റെ ഐസോമർ ആകുന്നതിന് പറയുന്ന പേരാണ് ഐസോമറൈസേഷൻ. ആ പർപ്പസിന് ഉപയോഗിക്കുക കോൺസെൻട്രേറ്റഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. നൗ ഐസോമറൈസേഷൻ റിയാക്ഷനും തീരുന്നു. Then the fourth reaction is very interesting, that is aromatization reaction. ഇതൊക്കെ ആ പേര് തന്നെ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടാവും. aromatization reaction. ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്കൂൾ അതിൻ്റെ ഐസോമർ ആവുക. അപ്പോൾ aromatization എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മോളിക്കൂൾ ആരോമാറ്റിക് ആയിട്ട് മാറുക. ഏത് മോളിക്കൂൾ ആരോമാറ്റിക് ആവുക? ആൽക്കെയിനെ പറ്റി പഠിക്കുന്നുണ്ട്, ആൽക്കെയിൻ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, അരോമാറ്റിക് ആവണമെങ്കിൽ 6 കാർബണാണ്. അരോമാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെൻസീനോ ബെൻസീൻ ഡെറിവേറ്റീവ്സോ. അപ്പോൾ ആൽക്കെയിനെ സംബന്ധിച്ചിടത്തോളം ആൽക്കെയിനിലാകെ ആ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ബെൻസീൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള അരോമാറ്റിക്കേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ പിരിഡിനും പൈറോളും ഫിറാനൊക്കെ അരോമാറ്റിക് ആണ്. ആ ടൈപ്പിലേക്ക് മാറുന്നതല്ല ഉദ്ദേശിക്കുന്നത്. പാരൻറ്റ് അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ബെൻസീൻ ആൻഡ് ഡെറിവേറ്റീവ്സ് ആയിട്ട് മാറാൻ സഹായിക്കുന്ന റിയാക്ഷനുകളാണ്. So alkane can be converted into aromatic compound by some oxidizing agent, and those reactions are called aromatization reaction. Okay, go. See, ഇപ്പോൾ ഞാൻ പറഞ്ഞു 6 കാർബണോ അതിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ എന്നുള്ളത്. സോ ഐ എം ടേക്കിംഗ് ഹെക്സൈൻ C6H14. ഇതിലേക്ക് അരോമാറ്റൈസേഷൻ ഏജൻറ്റ് ആഡ് ചെയ്തു. അരോമാറ്റൈസേഷൻ ഏജൻറ്റ് ഞാനത് എഴുതാം, അരോമാറ്റൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഈ C6H14 എന്നുള്ളത് ബെൻസീൻ റിംഗ് ആയിട്ട് മാറും. ഇത്രേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ഉപയോഗിക്കുന്ന അരോമാറ്റൈസിങ് ഏജൻറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് ഓക്സൈഡ് സപ്പോർട്ടഡ് ഓവർ അലൂമിന ബാർ Al2O3 ഇതാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ V2O5 പറ്റും, അതല്ലെങ്കിൽ MO2 മോളിബ്ഡനത്തിൻ്റെ ഓക്സൈഡ് പറ്റും, അല്ലെങ്കിൽ ക്രോമിയത്തിൻ്റെ ഓക്സൈഡ് പറ്റും. ഇതൊക്കെ സപ്പോർട്ടഡ് ഓവർ അലൂമിനയാണ് എന്തായിട്ട് ഉപയോഗിക്കുക? അരോമാറ്റൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുക.
ഇപ്പോൾ കണ്ട എൻ ഹെക്സൈൻ കൊടുത്തപ്പോൾ കിട്ടിയത് ബെൻസീൻ. ഞാൻ കുറച്ചും കൂടി എക്സാമ്പിളിലൂടെ ഈ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. നോക്കിക്കോ. അപ്പോൾ എൻ ഹെക്സൈൻ കൊടുത്തല്ലോ. ഈ എൻ ഹെക്സൈൻ കൊടുത്തതിൻ്റെ രീതി ഞാൻ ഒന്ന് വിശദീകരിച്ച് കാണിക്കുന്നു. നോക്കിക്കോളൂ. ഇതാണിപ്പോൾ ഹെക്സൈൻ. ഞാൻ ഒന്നുകൂടി മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഹെക്സൈനാണ്. അത് സാധാരണ ഹെക്സൈനാണ്. ഇങ്ങനെ വളച്ചിട്ട് വെച്ചെന്നുള്ളൂ. സാധാ ഹെക്സൈൻ തന്നെയാണ്. ഇതിലേക്ക് ഇപ്പോൾ V2O5 ബാർ Al2O3 അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വേണം കേട്ടോ. 773 കെൽവിനും 10 to 20 ATM പ്രഷറും വേണം. അങ്ങനെ ഉണ്ട്. 773 കെൽവിൻ 10 to 20 ATM പ്രഷറും കൊടുക്കുക. അപ്പോഴാണ് നടക്കുക. അപ്പോൾ നോക്കിക്കോ, ഈ ബോണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് സൈക്ലൈസ് ചെയ്യും. ഫസ്റ്റ് സൈക്ലൈസേഷൻ. ഇപ്പോൾ സൈക്ലോ ഹെക്സൈനായി. പക്ഷേ ഈ റിയേജൻറ്റിന് സൈക്ലോ ഹെക്സൈനിൽ നിന്നും ഹൈഡ്രജന് പുറത്തേക്ക് ചാടിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ഇവിടുന്ന് കുറേ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോരും. നോക്ക്, ഈ 6 ഹൈഡ്രജൻ വെച്ചിട്ട് ബാക്കി 8 ഹൈഡ്രജൻ ഇങ്ങോട്ട് പോരും. കണ്ടാ, 8 ഹൈഡ്രജൻ പോന്നിട്ട് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ഹൈഡ്രജൻ പോകുന്നു. ഇനി ഇവിടെ 6 ഹൈഡ്രജൻ ഇവിടെ വേറെയും പോരും. 6 ഹൈഡ്രജൻ, ദാറ്റ് ഈസ് 3H2 പോരും. അങ്ങനെയാണ് അത് എന്തായി മാറുക? ബെൻസീനായിട്ട് മാറുക. കിട്ടിയോ? ഒറ്റ മിനിറ്റ്. ഞാൻ അടുത്ത കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടാകും. ഒരു എൻ ഹെപ്റ്റൈൻ ആണെന്ന് ഇരിക്കട്ടെ. എൻ ഹെപ്റ്റൈൻ ആണിത് കേട്ടോ. എൻ ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C7H16 എൻ ഹെപ്റ്റൈൻ. ഇതിലേക്ക് നമ്മൾ CrO3 സപ്പോർട്ടഡ് ഓവർ അലൂമിന അറ്റ് 773 കെൽവിനും 10 to 20 ATM പ്രഷറും കൊടുത്തു എന്നിരിക്കട്ടെ. ഓക്സിഡേഷൻ നടക്കല്ല, അരോമാറ്റൈസേഷൻ നടക്കും. നടന്നിട്ട് ഫസ്റ്റ് ഇത് സൈക്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും. എന്ത് കിട്ടും? മീഥൈൽ സൈക്ലോഹെക്സൈൻ കിട്ടും. പിന്നീട് അതെന്തായി മാറും? റിയാക്ഷൻ നടന്നിട്ട് ഡീഹൈഡ്രോജിനേഷൻ നടന്നിട്ട് അത് ഇതായി മാറും, ബെൻസീനായിട്ട് മാറും. ഓക്കെ, ഡീഹൈഡ്രോജിനേഷനാണ് അഡീഷൻ ഓഫ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആയതുകൊണ്ട് ഓക്സിഡേഷൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അരോമാറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ. സോ ദിസ് ഈസ് അരോമാറ്റൈസേഷൻ റിയാക്ഷൻ. ഇവിടെയും നോക്ക്, ഫസ്റ്റ് ഇവിടെയുള്ള ഹൈഡ്രജനുകൾ പോയിട്ട് അവർ ബോണ്ടാക്കി. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ റിമൂവ് ആയി. എന്താ? എന്നിട്ട് ഇവിടെ ബോണ്ടായി, ഇത് കിട്ടി. ഇനി ഇവിടുന്നും ഓരോ ഹൈഡ്രജൻ പോന്നിട്ട് ഇങ്ങനെയായി. അപ്പോൾ അവിടെ 6 ഹൈഡ്രജൻ എവിടെയും പോകുന്നു. കിട്ടിയോ? ഇനി മറ്റൊരു എക്സാമ്പിൾ. നമ്മളിപ്പോൾ എൻ ഹെപ്റ്റൈന് പകരം എൻ ഒക്ടൈൻ ആണെന്നിരിക്കട്ടെ. എൻ ഒക്ടൈനിലേക്ക് ചെയ്താൽ എന്താ കിട്ടുക? ഇതിലേക്ക് ഞാൻ മോളിബ്ഡിനത്തിൻ്റെ ഓക്സൈഡ് ഉപയോഗിച്ചു. MO2O3 ബാർ ഹീറ്റ് പ്രഷർ. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഹീറ്റും പ്രഷറും കൊടുത്തു. അപ്പോൾ എൻ ഒക്ടൈൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 8 കാർബണാണ്. എന്തായാലും ഇത് ബെൻസീൻ റിംഗ് ആവണമല്ലോ, അല്ലേ? അരോമാറ്റൈസേഷൻ പ്രോഡക്റ്റ് ബെൻസീൻ റിംഗ് ആവണം. അപ്പോൾ അത് ഒന്നുകിൽ ഇങ്ങനത്തെ 8 കാർബണുള്ള ബെൻസീൻ റിംഗ് ആവാം, അഥവാ ഈഥൈൽ ബെൻസീൻ ആകാം. അതല്ലെങ്കിൽ ഇങ്ങനെ വരാം. അതെങ്ങനെയാണ് സാറേ മനസ്സിലാവുക? ഒന്നും പ്രശ്നമില്ല. നോക്ക്, ഈ എൻ ഒക്ടൈൻ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം, അല്ലേ? 1 2 3 4 5 6 7 8 കാർബൺ അല്ലേ? 8 കാർബണാണ്. ഇതിൽ നിന്നും ഇത് കിട്ടും. അതല്ലെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ. ഇപ്പോൾ നോക്ക്, 1 2 3 4 5 6 7 8. അത് ജോയിൻ ആവുകയാണെങ്കിൽ ഇത് കിട്ടും. രണ്ടിനും സാധ്യതയുണ്ട്. സോ 2 പ്രോഡക്റ്റ് അവിടെ കിട്ടും, റൈറ്റ്? എൻ ഒക്ടൈനുമായി. ഇനി നോക്കിയാൽ ഞാൻ മറ്റൊരു ലാസ്റ്റ് എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 1 2 3 4 5 6. ഇവിടെ ഒരു ബ്രാഞ്ചും ഇവിടെ ഒരു ബ്രാഞ്ചും. ഓക്കെ, ഇതാണെങ്കിൽ എന്താ ഉത്തരം കിട്ടുന്നത് നോക്കോ. ഞാനത് എണ്ണാണ്. 1 2 3 4 5 6. 6 കാർബണാണ്. ഈ 6 കാർബൺ എന്തായാലും സൈക്ലൈസ് ചെയ്തിട്ട് റിംഗ് ആയിട്ട് മാറും, റൈറ്റ്? രണ്ടാമത്തെ കാർബൺ നമ്മളിപ്പോൾ ഇതിൽ ഏതെങ്കിലും 1 2 3 ഞാൻ തോന്നുന്നു കൊടുത്തു. 1 2 3 4 5 6. രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച് ഉണ്ട്. 4ാമത്തെ കാർബണിലും ബ്രാഞ്ച് ഉണ്ട്. പിന്നൊന്നുമില്ല, അത് റിംഗ് ആയി കൊടുത്താൽ മതി. 1 6 കണക്ട് ചെയ്തിട്ട് എവിടെയൊക്കെ ബ്രാഞ്ചുള്ളത് ആ ബ്രാഞ്ച് കൊടുത്താൽ മതി. കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ അരോമാറ്റൈസേഷൻ റിയാക്ഷൻ ചെയ്യുക. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദീസ് തിങ്സ്. സൈക്ലൈസേഷൻ നടന്നിട്ട് ഡീഹൈഡ്രോജിനേഷൻ പിന്നെയും നടന്നിട്ടാണ് അരോമാറ്റിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോ ഐസോമറൈസേഷൻ കഴിഞ്ഞു, അരോമാറ്റൈസേഷനും കഴിഞ്ഞു. നൗ ദ നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് സ്റ്റീം.
റിയാക്ഷൻ വിത്ത് സ്റ്റീം. എത്രാമത്തെ എത്തിയപ്പോൾ നമ്മൾ 4 കഴിഞ്ഞ് 5, ഇനി 5ഉം 6ഉം കൂടി ഉള്ളൂ കേട്ടോ. 5 റിയാക്ഷൻ വിത്ത് സ്റ്റീം. ഇവിടെ പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ഹൈഡ്രജനിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഹൈഡ്രോ കാർബൺ സ്റ്റീമുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വാട്ടർ ഗ്യാസ് കിട്ടുമെന്ന് അല്ലേ? CO+3H2. ഇതിൻ്റെ പേരാണെന്ത്? വാട്ടർ ഗ്യാസ്. നമ്മളത് ഓൾറെഡി മനസ്സിലാക്കിയതാണ് വാട്ടർ ഗ്യാസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ അവിടെ സമയം കളയുന്നില്ല. 6ാമത്തെ ലാസ്റ്റ് റിയാക്ഷൻ ദാറ്റ് ഈസ് പൈറോളിസിസ്. ഇതിനെ തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. തെർമൽ ക്രാക്കിംഗ് എന്നതിനെ വിളിക്കും. അരോമാറ്റൈസേഷന് റീഫോർമിംഗ് എന്ന് വിളിക്കാറുണ്ട്. റീഫോർമിംഗ്. ഓക്കെ, അരോമാറ്റൈസേഷൻ എന്ന് വിളിക്കും, റീഫോർമിംഗ് എന്ന് വിളിക്കും. ഇത് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് വേണ്ട. സോ ദാറ്റ്സ് ഓൾ. സോ വി ആർ ഇൻ പൈറോളിസിസ് റിയാക്ഷൻ ഓർ തെർമൽ ക്രാക്കിംഗ് റിയാക്ഷൻ. എന്താണ് തെർമൽ ക്രാക്കിങ്ങിൽ സംഭവിക്കുന്നത് അറിയോ? ഹീറ്റ് കൊടുത്തിട്ട് തെർമലി അങ്ങോട്ട് ക്രാക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു 4 കാർബണുള്ള മോളിക്യൂള് അഥവാ ബ്യൂട്ടൈൻ എടുത്ത് ചെയ്യുന്ന നോക്കിക്കോളൂ. CH3 CH2 CH2 CH3. നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നന്നായിട്ട് ഹീറ്റ് ചെയ്യാം. അപ്പോഴേ നല്ല നോക്കിക്കോ, എന്താ സംഭവിക്കാമെന്നറിയോ? ഇവിടുത്തെ CC ബോണ്ടുകൾ മുറിയും, CH ബോണ്ടുകൾ മുറിയും. CC ബോണ്ടും CH ബോണ്ടും മുറിഞ്ഞിട്ട് ചെറിയ ആൽക്കീനുകളായിട്ട് മാറും. കൂടെ അൽക്കീനും ഉണ്ടാവേണ്ടതുണ്ട്. നോക്കിക്കോളൂ, ഞാൻ ആദ്യം ഈ ബോണ്ട് മുറിയുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ ഇത് AB എടുക്കുകയാണെങ്കിൽ ഈ ബോണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതെന്തായി? CH4. കുഴപ്പമില്ല. ഈ ഹൈഡ്രജൻ പോയത് കൊണ്ട് ഇതിപ്പോൾ എന്തായി? CH3 CH2. അതാരാ? CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീനായിട്ട് മാറി. ഓക്കെ, ഇനി ഇവിടെ മുറിയാണ്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CH3 CH2, ഇവിടെയും CH3 CH2 അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോരും, ഇവിടുത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഈ CH3 എന്നുള്ളത് ഇങ്ങോട്ട് CH3 ആവും, ഇത് രണ്ടും CH2 ആവും. അപ്പോൾ എന്താ കിട്ടുക? CH3 CH3 എന്ന ആൽക്കെയിൻ കിട്ടും, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന സാധനം കിട്ടും. കണ്ടോ? ഇനി അടുത്തത്, ഇനി ഇവിടെ മുറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ തന്നെയാണല്ലോ കിട്ടുക. പിന്നെയുള്ള ചാൻസ് ഇത് മുറിയുക, ഇവിടെ ഇങ്ങനെ മുറിയുക, ഈ 2 ഹൈഡ്രജൻ പുറത്തേക്ക് പോവുക, 2 ഹൈഡ്രജൻ പോവുക. അപ്പോൾ നമുക്കത് But1 കിട്ടും. കണ്ടോ? ഇനി നടുവത്തെ 2 ഹൈഡ്രജനാണ് അങ്ങനെ പോയതെങ്കിൽ നമുക്ക് But2 കിട്ടും. ഇങ്ങനെ മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബണാണ് കിട്ടുക. ഹയർ ബോയിലിംഗ് ആൽക്കേനെ ലോവർ ബോയിലിംഗ് ആക്കാൻ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. കാരണം ചെറിയ ആൽക്കേനെ കണ്ട, ഇപ്പോൾ ബ്യൂട്ടൈന് മീഥൈനായി, ഈഥൈനായി, പ്രൊപ്പീനായി, ഈത്തീനായി, ബ്യൂട്ടീനായി, കണ്ട ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ തെർമൽ ക്രാക്കിംഗ് ആണ് ചെയ്യുക. ഹൈ ടെമ്പറേച്ചറിൽ മെറ്റൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെർമലി ക്രാക്ക് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റായിട്ട് മാറും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻ ഒന്നും പ്രാക്ടീസ് ചെയ്യാനില്ല. അത് ഹാലോജനേഷൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്പർ ഓഫ് ഹാലോജനേറ്റഡ് പ്രൊഡക്റ്റ് ഒരു സാധാരണ കോമൺ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്തല്ലോ. അതിൻ്റെ എല്ലാ ടൈപ്പും അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഭാഗത്തൊക്കെ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെയൊക്കെ പരമാവധി എക്സാമ്പിൾസും ഞാൻ തന്നതുകൊണ്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസൊന്നും ഇനി പ്രാക്ടീസ് വേറെ ചെയ്യിക്കുന്നില്ല. ഇനി ഞാൻ അയക്കുന്ന സ്റ്റഡി മെറ്റീരിയലുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പൊളിക്കണം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. നെക്സ്റ്റ് ആൽക്കീനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൽക്കെയിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആൽക്കീനെ പറ്റി പഠിക്കാം. ആൽക്കീൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഒലിഫിൻസ് ബിക്കോസ് ഫസ്റ്റ് മെമ്പർ ആയിട്ടുള്ള ഈത്തീൻ വെൻ റിയാക്ട് വിത്ത് ക്ലോറിൻ ഫോംസ് ആൻ ഓയിലി ലിക്വിഡ്. അതുകൊണ്ടാണ് ആ ഓയിൽ ഫോമിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് ഒലിഫിൻസ് എന്ന പേര് വന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്പുകളിലേക്കൊന്ന് പോയാലോ. ആൽക്കൈനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ബൈ 2 മെത്തേഡ്സ്. ദെൻ ഫ്രം ഹാലോജൻ ഡെറിവേറ്റീവ്സിൽ നിന്നും 2 മെത്തേഡ്സ്. ദെൻ ഫ്രം ആൽക്കഹോൾ ബൈ ഡീഹൈഡ്രേഷൻ ആൻഡ് ഫൈനലി ബൈ കോഡ്സ് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം സക്സിനേറ്റ്. ഇത്രയും പ്രിപ്പറേഷൻ മെത്തേഡുകളേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് കിടക്കാം ഓരോന്നിലേക്കായിട്ട് അല്ലേ.
ഫസ്റ്റ് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൻ. ആൽക്കൈനിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. തുടങ്ങാം. ഇവിടെ 2 മെത്തേഡ് ഉള്ളതായിട്ട് പഠിച്ചല്ലോ. ഒന്ന് ബൈ ബർച്ച് റിഡക്ഷൻ. ബർച്ച് റിഡക്ഷൻ. 2 ബൈ റിഡക്ഷൻ യൂസിങ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. ഞാനിവിടെ എഴുതിയത് തിരിച്ചും പറഞ്ഞത് തിരിച്ചുമാണ്, കുഴപ്പമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ അത് ഞാൻ വായിക്കുന്നില്ല. ബർച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നതാണ്. സി എക്സാമ്പിൾ, നമ്മുടെ അടുത്തൊരു ആൽക്കൈൻ ഉണ്ടെന്ന് കരുതിക്കോളൂ. CH3 C ട്രിപ്പിൾ ബോണ്ട് CH3. ഇതിലേക്ക് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ആഡ് ചെയ്യുന്നു. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് റെഡ്യൂസ് ആയിട്ട് ഡബിൾ ബോണ്ട് ആകും. സി നോർമലി നമ്മൾ H2 നിക്കൽ വെച്ചിട്ടാണ് ട്രിപ്പിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് റെഡ്യൂസ് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആവും, അഥവാ ആൽക്കെയിൻ ആകും. നമുക്കിപ്പോൾ ആൽക്കെയിൻ സ്റ്റേജിലേക്ക് പോകേണ്ടതില്ലല്ലോ, നമുക്ക് ആൽക്കീൻ സ്റ്റേജിൽ നിൽക്കണമല്ലോ. ഇവിടെ നോക്ക്, സാധാരണ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുത്താൽ CH3 C ട്രിപ്പിൾ ബോണ്ട് CH3 എടുത്തിട്ട് ഇതിലേക്ക് H2 നിക്കലാണ് ആഡ് ചെയ്തതെങ്കിൽ ഈ സാധനം നേരെ CH3 CH2 CH2 CH3 ആകും, അഥവാ ആൽക്കെയിൻ ആകും. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിനിൽ നമ്മളത് പഠിച്ചു. അപ്പോൾ ഇവിടെ ഈ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ പ്രത്യേകത, അത് അൺസാച്ചുറേഷനെ പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്തിട്ട് സാച്ചുറേറ്റഡ് ഫോമിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അഥവാ കൺട്രോൾഡ് അല്ല, അൺകൺട്രോൾഡ് മാനറിലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ബോണ്ട് മുറിഞ്ഞിട്ട് ഡബിൾ ബോണ്ടിൽ നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ആൽക്കീൻ കിട്ടുമല്ലോ. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കണം. അതിന് പറ്റിയ മുന്തിയ മുതലാണ് എന്ത്? സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രിപ്പിൾ മുറിഞ്ഞിട്ട് ഡബിൾ ആകും, എന്നാലോ സിംഗിൾ ആകില്ല. ആ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി ലൈക്ക് ദിസ്: CH3 CH ഡബിൾ ബോണ്ട് CH3. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കിട്ടുന്ന ആൽക്കീൻ ഉണ്ടല്ലോ, അത് ട്രാൻസ് ആൽക്കീൻ ആയിരിക്കും. ട്രാൻസ് ആൽക്കീൻ, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ട്രാൻസ് ആണ്. ഞാൻ ആദ്യം റിയാക്ഷൻ പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ലെവലിലേക്ക് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീണ്ടും എടുത്ത് എഴുതുന്ന നോക്കിക്കോളൂ. ഇതാ CH3 C ട്രിപ്പിൾ ബോണ്ട് CH3 ആയിക്കോട്ടെ. ഇതിലേക്ക് നമ്മൾ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടാ? ട്രാൻസ് ടൈപ്പ്. ട്രാൻസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ റിഡക്ഷൻ യൂസിങ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ NH3 ആണ്. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ റിസൾട്ട്സ് ട്രാൻസ്. ഇനി വൺ മോർ മെത്തേഡ് ഈസ് ദെയർ, B മെത്തേഡ്. എന്താണ്? യൂസിങ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. നോക്കിക്കോ, ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. റിഡക്ഷൻ യൂസിങ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2 നിക്കലിനെ ഒന്ന് എന്താ പറയുക, H2 പലയിടത്തിനൊക്കെ ഒന്ന് പോയിസൺ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺകൺട്രോൾഡ് റിഡക്ഷൻ നടത്തുന്ന ആളല്ലേ, ഒന്ന് പോയിസൺ ചെയ്തിട്ട് ഒരു കൺട്രോൾഡ് മാനറിലേക്ക് കൊണ്ടുവന്നതാണ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. അതാകുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ നോക്കിക്കോളൂ കേട്ടോ. ഇതാ CH3 C ട്രിപ്പിൾ ബോണ്ട് CH3. ഇതിലേക്ക് H2 പലഡൈസ്ഡ് ചാർക്കോൾ പോയിസൺഡ് ബൈ സൾഫർ അല്ലെങ്കിൽ ക്വിനോളിൻ. അതാണ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്. അങ്ങനെ ആകുമ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് മുറിഞ്ഞിട്ട് നമുക്ക് സിംഗിൾ ബോണ്ട് കിട്ടും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, കിട്ടുന്ന പ്രോഡക്റ്റ് സിസ് പ്രോഡക്റ്റ് ആയിരിക്കും. ഇതാ കണ്ട, ഇത് സിസ് ആണ്, സിസ്. അപ്പോൾ നിങ്ങൾക്കിത് ഓർക്കണം, നിങ്ങളുടെ ലിൻഡ്ലാസ് ആകുമ്പോൾ സിസ് ആണ്. ലിൻഡ്ലാസ് സിസ്, കണ്ട, ലിൻഡ്ലാസ് സിസ്. അങ്ങനെ പഠിച്ചാൽ ലിൻഡ്ലാസ് ട്രാൻസ് എന്ന് പറയുന്ന എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾ ലിസി എന്ന് ഓർത്താൽ മതി. ലിസി ലിൻഡ്ലാസിൽ സിസ്. അല്ലെങ്കിൽ നമുക്ക് ബെർച്ച് ഡ്ർ ആർ കണക്ട് ചെയ്തിട്ട് ബെർച്ചിൽ ട്രാൻസും ലിൻഡ്ലാസിൽ സിസ്സുമാണെന്ന് ഓർത്ത് വെക്കണം. മാറില്ലല്ലോ. അപ്പോൾ ബെർച്ച് റിഡക്ഷനിൽ ട്രാൻസ് ആൽക്കീനും ലിൻഡ്ലാസ് റിഡക്ഷൻ, ദാറ്റ് ഈസ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് വെച്ച് ചെയ്യുന്നതിൽ സിസ് ആൽക്കീനുമാണ് കിട്ടുക എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താം. ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് ആയിട്ട് ആരൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കിക്കോളൂ. ഈ പറഞ്ഞ പോലെ തന്നെ H2 പലഡൈസ്ഡ് ചാർക്കോൾ പോയിസൺഡ് ബൈ സൾഫർ, H2 പലഡൈസ്ഡ് കാൽഷ്യം കാർബണേറ്റ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. H2 പലഡൈസ്ഡ് ബാരിയം സൾഫേറ്റ് റോസൻമണ്ട് റിഡക്ഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട് റിഡ്യൂസിങ് ഏജൻറ്റ്. ഇതൊക്കെയാണ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇവരൊക്കെയാണ് ഈ റിഡക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുക. റിഡക്ഷന്
റെഡ്യൂസ് ചെയ്തിട്ട് കൺട്രോൾഡ് മാനറിൽ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫ്രം ആൽക്കൈൻ വി ക്യാൻ ഗെറ്റ് ആൽക്കീൻ ബൈ 2 മെത്തേഡ്സ്, by Birch reduction and by Lindlar's catalyst reduction. In Lindlar's method we get cis-alkene and in Birch reduction we get trans-alkene. I will give you some examples for complete clearance of the topic. നോക്കിക്കോ, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആൽക്കീൻ ഉണ്ടെന്ന് എഴുതിക്കോ. ഇതാ സോറി ആൽക്കൈൻ, ഇതാ ഇതിലേക്ക് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ നമുക്ക് വേണമെങ്കിൽ സോഡാമൈഡ് എന്ന് കാണിക്കാം. ഇതിലേക്ക് H2 ബാർ പാരഡൈസ്ഡ് ചാർക്കോൾ പോയിസൺഡ് ബൈ സൾഫർ ആഡ് ചെയ്തു. എന്താണ് ഉത്തരം കിട്ടുക എന്നുള്ളതാണ്. സി, ഇത് ലിൻലാർസ് ആണോ ബെർച്ച് ആണോ? ഇത് ബെർച്ച് റിഡക്ഷനാണ്. അവിടുത്തെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. സോ ഈ സാധനത്തെ ഞാൻ ട്രാൻസ് ആക്കി കാണിക്കണോ? കുഴപ്പമില്ല, ഇങ്ങനെ കാണിച്ചാൽ മതി. ട്രാൻസ് ആണത്. ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനവും ഈ സാധനവും ഓപ്പോസിറ്റ് സൈഡിൽ അല്ലേ? എങ്ങനെ ഉണ്ടാവുക? ട്രാൻസിൻ്റെ പ്രത്യേകത എന്താ? ഇതാ ഇങ്ങനെ, ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് ഇതാണല്ലോ ഇത് ട്രാൻസ്. എന്നാൽ സിസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കിക്കോളൂ. 1 2 3 4 5 6 അല്ലേ? ഇതാ ഇങ്ങനെ വന്ന് ഇവിടുത്തത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. കണ്ടാ 1 2 3 4 5 6 ഇവിടെ സിസ്സാണ് വന്നത് ഒരേ സൈഡിലേക്ക്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇതേതാണ്? ലിൻഡ്ലാസ് റിഡക്ഷൻ ആണ്. ഇതോ ബ്രിച്ച് റിഡക്ഷൻ ആണ്. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണ് ചെയ്യുക. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? യെസ്. സോ റിഡക്ഷൻ ഓഫ് ആൽക്കൈൻ ടു ആൽക്കീൻ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. നൗ ദ നെക്സ്റ്റ് ഈസ് എന്താ? നെക്സ്റ്റ് ഫ്രം ഹാലോജൻ ഡെറിവേറ്റീവ്സ് ദർ വി ഹാവ് 2 മെത്തേഡ്സ്, ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ഫ്രം വിസ്നൽ ഡൈഹാലൈഡ്. നോക്കാം, രണ്ടാമത്തെ മെത്തേഡിൽ എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഫ്രം ഹാലോജൻ ഡെറിവേറ്റീവ്സ്. ഈ ഹാലോജൻ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൽക്കെയിനിൽ ഹാലോജൻസ് ഉള്ള ആൾക്കാരെയാണ് ഹാലോജൻ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുക അല്ലേ? അതിൽ തന്നെ നമുക്ക് ഇവിടെ 2 ഉണ്ട്. ഒന്ന് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, അഥവാ സാധാരണ ആൽക്കെയിനിൽ നിന്ന് ഒരു ഹാലോജൻ മാറി വന്നത്, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. നല്ല ശ്രദ്ധിച്ചോളൂ, ഇത് നമുക്ക് ആലോ ആൽക്കൈലിനും കൂടെ വരുന്ന റിയാക്ഷനാണ്, പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. ഒരു ആൽക്കൈൽ ഹാലൈഡിന് ഉദാഹരണമാണല്ലോ CH3CH2Cl അല്ലേ? ഇതിലേക്ക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്താൽ നോക്കൂ, അപ്പോൾ എന്താ ഉണ്ടാവുമെന്നറിയാമോ? ഈ ആൽഫ ആണല്ലോ അത്, ആലോജൻ ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള കാർബണിൻ്റെ പേരാണ് ആൽഫ, തൊട്ടടുത്ത കാർബണാണ് ബീറ്റ. ഈ റിയേജൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീറ്റയിലെ ഹൈഡ്രജനും ആൽഫയിലെ ക്ലോറിനും കൂടെ ഇങ്ങനെ HCl അങ്ങോട്ട് പോകും. ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? ഇവിടുത്തെ ഒരു H പോയാൽ ബാക്കി 2 H ഉണ്ടാവും. ഓൾറെഡി അവിടെ 2 H ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്നിട്ട് CH2 ഡബിൾ ബോണ്ട് CH2 ആവും. റിമൂവ് ആയ HClഉം KOHും ചേർന്നിട്ട് പ്ലസ് KCl പ്ലസ് H2 എന്ന പ്രൊഡക്റ്റ് തരും. ദാറ്റ്സ് ഓൾ. ഈ റിയാക്ഷനിൽ ബീറ്റയിൽ ഹൈഡ്രജൻ പോയത് കൊണ്ട് ഇതിനെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ദിസ് ഇസ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഇവിടെ ഹൈഡ്രജൻ ഹാലൈഡ് പോയത് കൊണ്ട് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്നും വിളിക്കാം. നമ്മൾ വളരെ മുൻപേ പഠിച്ചിട്ടില്ലേ എന്ത്? വാട്ടർ ആഡ് ചെയ്യുന്നതിന് ഹൈഡ്രേഷൻ, വാട്ടർ റിമൂവ് ചെയ്യുന്നതിന് ഡീഹൈഡ്രേഷൻ, ഹാലോജൻ ആഡ് ചെയ്യുന്നതിന് ഹാലോജനേഷൻ, ഹാലോജൻ റിമൂവ് ചെയ്യുന്നതിന് ഡീഹാലോജനേഷൻ, ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്നതിന് ഹൈഡ്രോ ഹാലോജനേഷൻ, ഹൈഡ്രജൻ ഹാലൈഡ് റിമൂവ് ചെയ്യുന്നതിന് ഡീഹൈഡ്രോ ഹാലോജനേഷൻ. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? സോ ഫ്രം ഹാലോജൻ ഡെറിവേറ്റീവ്സിലെ ഒന്നാമത്തെ മെത്തേഡിലാണ് നമ്മളുള്ളത്. ദാറ്റ് ഈസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ബൈ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഞാൻ റിയാക്ഷനിലേക്ക് കൂടുതലായിട്ട് കയറി പറയുന്ന നോക്കിക്കോളൂ. സം മോർ എക്സാമ്പിൾസ്. CH3 CH2 CH2 Cl അല്ലെങ്കിൽ Br ആണ്, അതല്ലെങ്കിൽ CH3 CHCl CH3. ഇതിലേക്ക് നമ്മൾ ആൽക്കഹോളിക് KOH ആഡ് ചെയ്തു എന്നിരിക്കട്ടെ. ആൽക്കഹോളിക് KOH ആഡ് ചെയ്തു. ഇതാ ഇതിലേക്ക് KOH ബാർ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ആൽക്കഹോൾ ഇങ്ങനെ കാണിക്കും. ആഡ് ചെയ്തു. എന്താണ് ഉത്തരം കിട്ടുക എന്നാണ് ചോദ്യം. എന്താ ഉണ്ടാവുക? ഒന്നും പഠിക്കാനില്ല. ഇതല്ലേ ആൽഫ കാർബൺ. ആൽഫയിലെ ഹാലോജനും ബീറ്റയിലെ ഹൈഡ്രജനും പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും. കിട്ടിയില്ലേ? ഈ Hഉം ഈ Clഉം പോയി. അപ്പോൾ ഇവിടെ ബാക്കി ഒരു H ഉണ്ടാവുള്ളൂ, CH2 ആയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് വി ഗെറ്റ് പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ?
ഇവിടെയാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. ഞാൻ ഈ സി എല്ലും ഈ എച്ചും പോകുന്നത് കണ്ടാലും ഈ സി എല്ലും ഈ എച്ച് പോകുന്നത് കണ്ടാലും കണക്ക് തന്നെയാണ്. അപ്പം ഞാൻ ഈ എച്ചും ഈ സി എല്ലും പോകുന്നതായിട്ട് കാണിക്കട്ടേതാ. ഇത് പോയാലും സെയിം ആണ് ഉത്തരം കിട്ടുക. സോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോ വി ഗെറ്റ് ദ സെയിം പ്രോഡക്റ്റ്. ഇതേപോലെ തന്നെ CH3 CH ഡബിൾ ബോണ്ട് CH2. റെഡി അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ നോക്കൂ CH3 CH2 CHBr CH3 ഇതിലേക്കാണ് നമ്മൾ ആൽക്കഹോളിക് KOH ആഡ് ചെയ്തതെങ്കിൽ അപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കിക്കോ, ഇതല്ലേ ആൽഫ കാർബൺ? യെസ്. ഇതെന്താ? ബീറ്റയാണ്. ഇതും ബീറ്റയാണ്. ഒരെണ്ണത്തിന് ബീറ്റ, ഒരെണ്ണം ബീറ്റ ഡാഷിന് വിളിക്കാം. സോ 2 ബീറ്റ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? 2 പ്രൊഡക്റ്റ് കിട്ടുമോ ഇല്ലയോ? ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും പ്രത്യേകത? ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ 2 പ്രോഡക്റ്റ് കിട്ടും. ഈ എച്ചും ഈ BRും പോയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആലോചിച്ച് നോക്ക്. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന രീതിയിൽ അല്ലേ? ഞാൻ ആ പ്രോഡക്റ്റ് എഴുതാം. CH3 CH ഡബിൾ ബോണ്ട് CH3 കണ്ടോ? ഈ HBr പോയിട്ട് പ്ലസ് ഈ HBr ആണ് പോയിരുന്നതെങ്കിലോ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. വാവ്. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ഇത് കിട്ടും. ദാറ്റ് മീൻസ് ബ്യൂട്ട് 1നും ബ്യൂട്ട് 2നും കിട്ടും. ഇതിൽ തന്നെ ട്രാൻസ് ആയിരിക്കും മേജറായിട്ട് കിട്ടുക. ഓക്കെ സോ ട്രാൻസ് ഡസൻ മാറ്റർ. ഇപ്പോൾ ബ്യൂട്ട് 2നും ബ്യൂട്ട് 1നും കിട്ടി. പക്ഷേ ഇങ്ങനത്തെ പ്രോഡക്റ്റ് മിക്സ്ചർ കിട്ടുമ്പോൾ എപ്പോഴും ഈക്വൽ എമൗണ്ടിലായിക്കോളാം എന്നില്ല കിട്ടുക. ഇറ്റ് ഹാസ് ബീൻ സ്റ്റഡീഡ് ആൻഡ് കൺക്ലൂഡഡ് ദാറ്റ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ഒബ്റ്റൈൻഡ് ആസ് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മേജറായിട്ട് കിട്ടുന്നത്. ഇത് മേജറും ഇത് മൈനറുമാണ്. അതിൻ്റെ എക്സാക്റ്റ് പറഞ്ഞാൽ ഇത് 80 to 85% അല്ലെങ്കിൽ 81% ആണത്. ബാക്കി 19% ആണ് ഇത് കിട്ടുന്നത്, ഏത് 1നും കിട്ടുന്നത്. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്തിട്ട് ഒരു ലോ അല്ലെങ്കിൽ റൂളായിട്ട് ഒരു സയൻറ്റിസ്റ്റ് പറയുകയുണ്ടായി. ദാറ്റ് ഈസ് കോൾഡ് സെയ്റ്റ്സഫ് റൂൾ. സെയ്റ്റ്സഫ് റൂൾ കണ്ടോ? എന്താ സെയ്റ്റ്സഫ് റൂൾ പറയുന്നത്? വ്യത്യസ്ത ബീറ്റ ഹൈഡ്രജൻ ഉള്ള ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ ആൽക്കഹോളിക് KOHുമായി റിയാക്ട് ചെയ്തിട്ട് ബീറ്റ ഡീഹൈഡ്രോ ഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ അതിൽ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. എങ്ങനെ? എന്ത് ഈ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ്? ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡിലും ബ്രാഞ്ച്. ഇങ്ങോട്ട് നോക്ക്. ഇതിന് ഇങ്ങോട്ടും CH3 ഉണ്ട്, അങ്ങോട്ടും CH3 ഉണ്ട്. എന്നാൽ ഇതിലൊരു സൈഡൊക്കെയല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, അങ്ങോട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുമ്പോൾ എന്തായി? സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. സോ അക്കോർഡിംഗ് ടു ഹിം ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദ മേജർ പ്രോഡക്റ്റ്. highly substituted alkene is major. ഇതാണ് സെയ്റ്റ്സഫ് റൂൾ. highly substituted alkene is major. ഇതാണ് സെയ്റ്റ്സഫ് റൂൾ. So what സെയ്റ്റ്സഫ് റൂൾ says? During beta elimination of alkyl halide, if there are different hydrogen or different beta position of അല്ലെങ്കിൽ എന്താ പറയുക if there are different beta hydrogen, then there will be different alkene formed. That means mixture of alkene will be formed. Among them, among the mixture of alkene, one will be major. That will be the highly substituted alkene. അല്ലെങ്കിൽ highly substituted alkene will be the major product. Got it? Okay. One more example for you. ഇവിടെ തന്നെ എഴുതാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയല്ലോ അല്ലേ? ഇനിയൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതാ നമുക്ക് ഇങ്ങനൊരു ഒരു 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 ബ്രോമിൻ ഉണ്ട് ഇതിരിക്കട്ടെ. ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട് ഇതിരിക്കട്ടെ. ഇതിലേക്ക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെയും ഡബിൾ ബോണ്ട് വരാം, ഇവിടെയും ഡബിൾ ബോണ്ട് വരാം. എങ്ങനെ ഉണ്ടാവും? ടിങ് 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 ടിങ്. ഇവിടെ ഡബിൾ ബോണ്ട് വരാം, ടിങ് 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 ടിങ്. ഇവിടെ ഡബിൾ ബോണ്ട് വരാം. ഇതാണ് മേജർ, ഇതാണ് മൈനർ. എന്തുകൊണ്ട് മേജർ? 2 സൈഡിലും ബ്രാഞ്ച് ഉണ്ട്, ഇതൊരു സൈഡിൽ ബ്രാഞ്ചേ ഉള്ളൂ. റെഡി അല്ലേ? ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ലെറ്റ്സ് മൂവ് സം മോർ എക്സാമ്പിൾ. വിടില്ല ഞാൻ കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകാം. നമ്മളടുത്ത് ടിങ് 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 ഇവിടെ ഒരു ബ്രോമിനും ഇവിടെ ഒരു CH3 ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, എങ്കിൽ ഇതിലേക്ക് നമ്മൾ ആൽക്കഹോളിക് KOH ആഡ് ചെയ്താൽ എന്താണ് ഉത്തരം കിട്ടുക? നോക്കിക്കോ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആൽഫ, ഇതും ബീറ്റയാണ്, ഇതും ബീറ്റയാണ്, റൈറ്റ്? അപ്പോൾ ഈ ബീറ്റ പോയി കിട്ടുന്ന ഉത്തരം ഞാൻ ആദ്യം കാണിച്ചോട്ടെ. ഇവിടെ ഡബിൾ ബോണ്ട്, ശരിയായിട്ടില്ല ഡബിൾ ബോണ്ട്, ഇതാ അവിടെ ഡബിൾ ബോണ്ട്. ഇനി ഈ ബീറ്റയാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് കിട്ടുക അല്ലേ? ഞാൻ അതെടുത്ത് എഴുതാം. ടിങ് 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 ടിങ്.
ഇവിടെ ഡബിൾ ബോണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ, ഡബിൾ ബോണ്ടിന് ചുറ്റും കൂടുതൽ ബ്രാഞ്ച് ഉള്ളത് ഇയാളാണ്. കാരണം ഈ ഡബിൾ ബോണ്ടിൻ്റെ കാബിളിൽ ഇങ്ങോട്ടും ബ്രാഞ്ച് ഇങ്ങോട്ടും ബ്രാഞ്ച്, ഇയാൾക്ക് അങ്ങോട്ട് ബ്രാഞ്ച്. ഇവിടെ വരികയാണെങ്കിൽ ഈ കാബിൾ ഇങ്ങോട്ടൊരു ബ്രാഞ്ചും ആ കാബിൾ അങ്ങോട്ടൊരു ബ്രാഞ്ചും ഉള്ളൂ. ഇവിടെ നോക്കൂ, ഈ കാർബണെ സംബന്ധിച്ച് തന്നെ 2 ബ്രാഞ്ചും ആ കാർബൺ ഒരു ബ്രാഞ്ചും ഉണ്ട്. ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് എ പ്രോഡക്റ്റ് ആസ് പെർ സെയ്ഡ്സ് റൂൾ. അതുകൊണ്ട് ഇതാണ് മേജർ, ഇതോ മൈനർ. ആർ യു ക്ലിയർ? മോർ എക്സാമ്പിൾസ് നോക്കിക്കോ. നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഇതാ, ഇതിലേക്ക് ആൽക്കഹോളിക് OH ആഡ് ചെയ്യുന്നു, ആൽക്കഹോളിക് OH. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതും ബീറ്റയാണ്, ഇതും ബീറ്റയാണ്. അപ്പോൾ ഇവിടെ കിട്ടാവുന്ന പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? ഇവിടെ ഡബിൾ ബോണ്ട് വരാം, ഇവിടെ ഡബിൾ ബോണ്ട് വരാമെന്ന് നോക്കിക്കോ. ഞാൻ ആ പ്രോഡക്റ്റ് രണ്ടും എഴുതി നോക്കിക്കോളൂ, എന്നിട്ട് വല്ല കൺഫ്യൂഷൻ ഉണ്ടോ നോക്കി. ഈ ക്ലോറിൻ പോയി ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, മറ്റേ മീതിയിൽ അതേപോലെ ഉണ്ട്. പ്ലസ് ഈ ക്ലോറിൻ പോയി ഈ എച്ചിൻ്റെ കൂടെ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ മറ്റേ ഗ്രൂപ്പ് അതേപോലെ ഉണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ ഏതാ മേജർ ഏതാ മൈനർ? തീർച്ചയായിട്ടും ഇതാണ് മൈനർ. കിട്ടിയിരുന്നോ? ഡോണ്ട് വറി, വിൽ ഗിവ് മോർ ആൻഡ് മോർ എക്സാമ്പിൾസ് സോ ദാറ്റ് യു ക്യാൻ ലേൺ. ഇപ്പോൾ ഈ കാർബൺ എടുക്കുകയാണെങ്കിൽ ഇതല്ല ഡബിൾ ബോണ്ടഡ് 2 കാർബൺ, ഇങ്ങോട്ടും ബ്രാഞ്ച് ഇങ്ങോട്ടും ബ്രാഞ്ച്, ഇയാൾക്ക് ഇങ്ങോട്ട് ബ്രാഞ്ച് ഇങ്ങോട്ട് ബ്രാഞ്ച് ഇല്ല. എന്നാൽ ഇയാൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ബ്രാഞ്ച് ഇങ്ങോട്ടില്ല, പിന്നെ പുറത്തല്ലേ ഇങ്ങോട്ട് ബ്രാഞ്ച് ഇങ്ങോട്ടില്ല. അപ്പോൾ ബെറ്റർ ഇയാൾ തന്നെയാണ്. ഇയാൾക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ അങ്ങോട്ടും. ഇവിടെ ഇയാൾക്ക് ഇങ്ങോട്ടേ ഉള്ളൂ, ഇവിടെ ഇങ്ങോട്ടേ ഉള്ളൂ, അങ്ങോട്ടും അങ്ങോട്ടും ഇല്ല. മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ. ഇനി കുറച്ചും കൂടെ വ്യത്യസ്തമായി ചിന്തിക്കേണ്ട എക്സാമ്പിളാണ്. വി ഹാവ് എ ബ്രാഞ്ച് ഓവർ ഹിയർ, ദിസ് ഇസ് ബ്രോമിൻ, ആൻഡ് യു ഹാവ് എ ഡബിൾ ബോണ്ട് ഓവർ ഹിയർ. ഇതിലേക്ക് ആൽക്കഹോളിക് OH ആഡ് ചെയ്തു. ഫോർ JEE സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, കുറച്ചും കൂടി ട്വിസ്റ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത്. Now if you consider the beta position over here and here, you will get the same product as it. നോക്കിക്കോ, കണ്ട ഇവിടെ മീതയിൽ ഇവിടെ ഡബിൾ ബോണ്ട് പുതിയത്, ഇത് ഓൾറെഡി ഉള്ളത്, പ്ലസ് ഓൾറെഡി ഉള്ളത് പുതിയ വന്നത് ഇവിടെ. ഓക്കെ, ഏതാ മേജർ? ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകുമ്പോൾ ഇതാണ് മേജർ. എന്നാൽ ഇവിടെ അതല്ല മേജർ, ബിക്കോസ് ഓഫ് റെസൊണൻസ്. ഉണ്ട് ഇല്ല ഉണ്ട്, ഉണ്ട് ഇല്ല ഉണ്ട്. ആ ഡബിൾ ബോണ്ടിന് കോൺജുഗേഷന് വിധേയമാകാൻ പറ്റും എന്ന് പറഞ്ഞാൽ റെസൊണൻസിന് വിധേയമാകാൻ പറ്റും. റെസൊണൻസ് വഴി ഒരുപാട് സ്റ്റെബിലിറ്റി കൂടുമെന്ന് നമുക്കറിയാലോ. അപ്പോൾ റെസൊണൻസ് ഉണ്ടാകാൻ പാകമായ രീതിയിലാണ് ഈ ഹൈഡ്രജൻ പോയാൽ കിട്ടുക. അപ്പോൾ പിന്നെ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡിനൊന്നും പ്രാധാന്യമില്ല. സോ ദിസ് വിൽ ബി മേജർ ആൻഡ് ദിസ് വിൽ ബി മൈനർ. ഇതാണ് മേജർ, അതാണ് മൈനർ. ഇങ്ങനത്തെ ഈ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റിൻ്റെ പേരാണ് സെയ്ഡ്സഫ് പ്രോഡക്റ്റ്. ഇതിനെ പറയാം ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റിൻ്റെ പേരാണ് ഹോഫ്മാൻ പ്രോഡക്റ്റ്. ചില സമയത്ത് ഹോഫ്മാൻ പ്രോഡക്റ്റ് മേജറാവും. കണ്ട, ഇതിലൊക്കെ ഇതാണ് സെയ്ഡ്സഫ് പ്രോഡക്റ്റ്, ഇത് ഹോഫ്മാൻ പ്രോഡക്റ്റ്. കണ്ട, ഇതാണ് സെയ്ഡ്സഫ് പ്രോഡക്റ്റ്, സെയ്ഡ്സഫ് പ്രോഡക്റ്റ്. ഇതോ ഹോഫ്മാൻ. കേട്ടിട്ടില്ലേ? ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷനെ കേട്ടിട്ടില്ലേ? ഇതാണ് ഹോഫ്മാൻ പ്രോഡക്റ്റ്. ഇവിടെ ശരിക്കും ഹോഫ്മാൻ പ്രോഡക്റ്റ് മേജറും ഇത് മൈനറുമാണ്. ഓക്കെ, അങ്ങനെയാണ്. ഇനി ചില സന്ദർഭങ്ങളിലൊക്കെ ഹോഫ്മാൻ പ്രോഡക്റ്റ് മേജറായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാനത് അത്രയും ഡീപ്പിലേക്ക് പോയിട്ട് ആകെ കൺഫ്യൂസ് ആക്കണ്ട, ഇത്ര മതി. ഓക്കെ, അത്യാവശ്യം കാര്യങ്ങൾക്കായി ഞാൻ ഈ കൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടി തരാം. ഇതാ, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു ബ്രോമിനുണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ടുണ്ട്. ഓക്കെ, ഇതിലേക്കാണ് നമ്മൾ ആൽക്കഹോളിക് OH ആഡ് ചെയ്തത്. ആൽക്കഹോളിക് OH ആഡ് ചെയ്തത് എന്താണ്ടാവുക? ഈ Br ഈ Hൻ്റെ കൂടെ പോകാം, ഈ Br ഇവിടുത്തെ Hൻ്റെ കൂടെ പോകാം. നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. അല്ല, ഞാൻ ഹൈഡ്രജനെ മാത്രം താഴേക്കിട്ട് കാണിച്ചാലോ? ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇങ്ങനെ എല്ലാ പൊസിഷനിലും ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഹൈഡ്രജനും Br കൂടെ പോയിട്ടാണ് ഇവിടെ ഡബിൾ ബോണ്ട് വന്നത്. ഇവിടെയുള്ള ഹൈഡ്രജനും Br കൂടെ പോയിട്ടാണ് ഇവിടെ ഡബിൾ ബോണ്ട് വന്നത്. എന്ന പോലെ ഈ H ഉം Br ഉം പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഈ H ഉം Br ഉം പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ സാറ് ഒരു മോളിക്കൂളിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെ 2 പ്രോഡക്റ്റ് കിട്ടി. ഓർഗാനിക്കിന് നമ്മൾ ഈ സ്റ്റോഷിയോമെട്രിക് റേഷ്യോക്ക് ഒന്നും വലിയ പ്രാധാന്യമില്ല. വേണ്ടത്ര ഉപയോഗിക്കുന്നു, വേണ്ടത്ര കിട്ടുന്നു എന്നുള്ളതാണ് കണക്ക്. ഇവിടെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, അങ്ങനെ കരുതിയാൽ മതി. ഇവിടെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, കുറേ എണ്ണം അങ്ങനെയും പോകും, കുറേ എണ്ണം അങ്ങനെയും പോകും. ഓക്കെ, സോ ഈ H ഉം Br ഉം പോകുന്ന പ്രോഡക്റ്റ് ഞാൻ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കിക്കോളൂ. സോ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അത് ശരിയായിട്ടില്ല, ഇങ്ങനെ പറ്റ. ഇതാ ഇവിടെ ഡബിൾ ബോണ്ട്, ഫൈൻ, കണ്ട, പ്ലസ് ഇതിലിപ്പോൾ ഒരു ബോണ്ടും കൂടെ മിസ്സിങ് ഉണ്ടല്ലേ. ഇതാ കുഴപ്പമില്ല,
ഇനി പറഞ്ഞ ഏതാ മേജർ എന്ന്? ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതാണ് ഇത്, ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതാണ് ഇത്, അല്ലേ? തീർച്ചയായിട്ടും ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇതാണെങ്കിലും ഇത് മൈനറും ഇത് മേജറുമാണ്. എന്തുകൊണ്ട്? ഉണ്ട്, ഇല്ല, ഉണ്ട്, റെസൊണൻസ് ഉണ്ടായതുകൊണ്ട്. സോ ദിസ് ഈസ് ദ മേജർ പ്രോഡക്റ്റ് ഓവർ ഹിയർ ബിക്കോസ് ഓഫ് റെസൊണൻസ്. അപ്പോൾ കോൺജുഗേഷൻ മുഖേന സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസിൽ അതായിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. റൈറ്റ്? സോ നമ്മൾ ഫ്രം വിസിനൽ ഡൈഹാലൈഡ് ഫ്രം ആൽക്കൈൽ ഹാലൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡിലാണ് ഉണ്ടായിരുന്നത്. അതിൽ ബീറ്റ എലിമിനേഷൻ റിയാക്ഷനാണ് നമ്മൾ പഠിച്ചത്. ആൽക്കോളിക് KOH അല്ലെങ്കിൽ സോഡമൈഡൊക്കെയാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ ഉപയോഗിക്കുക. സാധാരണ ഹീറ്റ് ചെയ്യണം ഗുഡ് ഈൽഡ് കിട്ടണമെങ്കിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫൈൻ. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഫ്രം ആൽക്കൈൽ ഹാലൈഡിൽ തന്നെ നമ്മൾ മറ്റൊരു മെത്തേഡ് കണ്ടിരുന്നല്ലോ. രണ്ടാമത്തെ മെത്തേഡ് ഓർമ്മയുണ്ടോ? ബി മെത്തേഡ്. ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വിസിനൽ ഡൈഹാലൈഡ് എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഈ ഹെഡിങ് നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് ഒരു നോട്ട് ഇട്ട് എഴുതിക്കോളൂ. എന്താണ് വിസിനൽ, അതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കോ. വി ഹാവ് വിസിനൽ ഡൈഹാലൈഡ് ആൻഡ് ജെമിനൽ ഡൈഹാലൈഡ്. ആൻഡ് വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആൽക്കൈലീൻ ഹാലൈഡ്. ജെമിനൽ ഡൈഹാലൈഡിനെ വിളിക്കുക ആൽക്കൈലിഡീൻ ഡൈഹാലൈഡ് അല്ലെങ്കിൽ ആൽക്കൈലിഡീൻ ഹാലൈഡ് എന്നാണ്. സംഭവം ഒന്നുമില്ല, ഒരേ കാർബണിൽ 2 ഹാലോജൻ വന്നാൽ അതിനെ ജെമിനൽ, ഹാലോജൻ എന്ന് വേണ്ട, ഒരേ കാർബണിൽ 2 ഗ്രൂപ്പ് വന്നാൽ അതിനെ ജെമിനൽ എന്നും, അടുത്തടുത്ത കാർബണിൽ അഡ്ജസ്റ്റൻ്റ് കാർബണിൽ വന്നാൽ അതിനെ വിസിനൽ എന്നാണ് വിളിക്കുക. ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നു നോക്കിക്കോളൂ. ഇവിടെ CH2 ഇവിടെയും Cl ഇവിടെയും Cl വിസിനലാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? എത്തിലീൻ ക്ലോറൈഡ് എന്നാ. ഇതിൻ്റെ പേരെന്ത് വിളിക്കാം? എത്തിലീൻ ക്ലോറൈഡ് എന്ന് വിളിക്കാം. എത്തിലീൻ ക്ലോറൈഡ് കണ്ടോ? എത്തിലീൻ ക്ലോറൈഡ് എന്ന് വിളിക്കാം. എന്നാൽ ഈ എക്സാമ്പിൾ നോക്കൂ. CH3CH അതിൽ തന്നെ 2 ക്ലോറിൻ കണ്ട. ജം ഒരേ കാർബണിൽ വരുമ്പോൾ ജം സെയിം, വിസിനൽ അഡ്ജസ്റ്റൻ്റ്. വാവ്, എന്ത് എളുപ്പം ഓർക്കാൻ. ജം സെയിം ഒരേ കാർബണിൽ 2 എണ്ണം അല്ലേ? ഇതിനെ നമ്മൾ ആൽക്കൈലിഡീൻ എന്ന പേരിലാണ് വിളിക്കുക. 2 കാർബൺ ആയപ്പോൾ എത്തിലിഡീൻ എന്ന് പറയാം. എത്തിലിഡീൻ ക്ലോറൈഡ്. റൈറ്റ്? സോ ഇതാണ് ജെമിനലും വിസിനലും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നാണ്? ജെമിനൽ ഡൈഹാലൈഡ് നിന്നാണ്. സോ ഞാൻ പ്രിപ്പറേഷനിലേക്ക് നീങ്ങാണ്, നോക്കിക്കോളൂ. വിസിനൽ ഡൈഹാലൈഡ് എടുത്ത് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ നോട്ട് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു, വിട്ടേക്കൂ. ഇനി ഫ്രം വിസിനൽ ഡൈഹാലൈഡ് എന്ന് എഴുതാൻ പോവാണ്. നോക്കിക്കോ. വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായി അടുത്തടുത്ത കാർബണിൽ ഹാലോജൻ ഉള്ളതാണ്. സോ ഇവിടെ ഒരു ക്ലോറിനും ഇവിടെ ഒരു ക്ലോറിനും കരുതിക്കോളൂ. ഓക്കെ, അതിലേക്ക് നമ്മൾ സിങ്ക് ബാർ ആൽക്കഹോൾ, സിങ്ക് ബാർ മെത്തനോൾ ആഡ് ചെയ്തു. അതല്ലെങ്കിൽ സോഡിയം അയോഡൈഡ് ബാർ അസറ്റോൺ ആഡ് ചെയ്താലും മതി. കണ്ടോ? അപ്പോൾ എന്താ ഉണ്ടാവുമെന്നറിയോ? ഇതിങ്ങനെ അങ്ങോട്ട് Cl2 പുറത്ത് പോകുന്നു, സിങ്ക് ക്ലോറൈഡ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? CH2 ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ കിട്ടി, മതിയല്ലോ. ദാറ്റ്സ് ഓൾ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ NaI ആണ് കൊടുത്തതെങ്കിൽ ശരിക്കും ഈ 2 ക്ലോറിന്മാർ 2 അയോഡിൻ അവിടെ വരും, സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കും. എന്നിട്ട് 2 അയോഡിൻ അടുത്ത് നിൽക്കില്ല എന്ന് പഠിച്ചിട്ടില്ലേ? 2 അയോഡിൻ അടുത്ത് നിൽക്കില്ല, പകരം ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ഇതന്നെ കിട്ടും. സോ സെയിം ഒബ്സർവേഷനാണ് ഈ 2 റീജിയൻ്റ് കൊടുത്താലും കിട്ടുക. ഇനി കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? ഈ റിയാക്ഷൻ്റെ പ്രത്യേകത. ഞാൻ മറ്റൊരു എക്സാമ്പിൾ എടുക്കട്ടെ. CH3 CHBr CH3. ഈ മോളിക്യൂളിനെ സംബന്ധിച്ച് ഈ കാർബണും കൈറലാണ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ കെമിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോളിക്യൂളാണിത്. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ 2 എണ്ണം ഒഴിവാക്കിയിട്ട് Br2 പോയി നമുക്ക് അവിടെ CH3 CH ഡബിൾ ബോണ്ട് CH3 കിട്ടി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ ചോദ്യം പ്രത്യേകിച്ച് ജെയ്ക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റും കൂടെ ചോദിച്ചിട്ടാണ് പറയാം. എന്താ സാറേ ഈ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആളെ പ്രയാസപ്പെടുത്തുന്നത്? ഒന്നുമില്ല. സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഐസോമർ നമ്മൾ കേട്ടിട്ടില്ലേ? എവിടെ പ്ലസും മൈനസും ഐസോമർ ഒപ്റ്റിക്കൽ ഐസോമർസ് കേട്ടിട്ടില്ലേ?
അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പ്ലസ് ഐസോമർ അല്ലെങ്കിൽ മൈനസ് ഐസോമറൊക്കെ ആയ മോളിക്യൂളിന് ഡീഹാലോജിനേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കഴിവിനെ അല്ലെങ്കിൽ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഡീഹാലോജിനേഷൻ എന്ന് പറയുന്നത് ട്രാൻസ് എലിമിനേഷനാണ്. അപ്പുറത്ത് ചെയ്തല്ലേ. സോ ഡീഹാലോജിനേഷൻ ഈസ് ട്രാൻസ് എലിമിനേഷൻ. അവിടെയാണ് കാര്യം. ഡീഹാലോജിനേഷൻ ഈസ്, ഈ പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ച് നോക്ക്. ഡീഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹാലോജൻ. ഡീഹാലോജിനേഷൻ ഈസ് ട്രാൻസ് എലിമിനേഷൻ. മറിയുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് മാറും എഴുതി കഴിഞ്ഞോട്ടെ. ഡീഹാലോജിനേഷൻ എന്ന് പറയുന്നത് ട്രാൻസ് എലിമിനേഷനാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിക്കും മനസ്സിലാക്കാം. വെയിറ്റ് എ മൊമെൻറ്റ്. നോക്കിക്കോ. അപ്പോൾ നമ്മുടെ അടുത്ത് CH3 Br ഇങ്ങനൊരു മോളിക്യൂളുണ്ട്. കണ്ടാൽ അറിയാലോ ഇത് മീസോഫോം ആണെന്ന്. ഇത് മീസോഫോമാണ്. എന്താ അങ്ങനെ വന്നിരിക്കണം? മീസോഫോമാണ്. മീസോഫോം എന്താണെന്നുള്ളത് ഒപ്റ്റിക്കൽ ഐസോമർസും പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. രണ്ടും ഒരേ സൈഡിലേക്കുള്ളതാണ്. സിമെട്രി ഉണ്ട്, മേലും തന്നെ സെയിം ആയതുകൊണ്ട്. ഓക്കെ ഫൈൻ. ഇതിലേക്കാണ് നമ്മൾ സിങ്ക് ബാർ ആൽക്കഹോൾ ആഡ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ എന്താ കിട്ടുകയെന്നറിയോ? ഡീബ്രോമിനേഷൻ നടക്കും. എങ്ങനെ? ട്രാൻസ് ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റിൽ ആൽക്കീൻ കിട്ടുന്നുണ്ടാവുക ട്രാൻസ് ആൽക്കീൻ ആയിരിക്കും എന്ന്. നോക്കിക്കോ. CH3 CH ഡബിൾ ബോണ്ട് HCH3. ഇതാണ് ഉത്തരം കിട്ടുക. ഒന്നും മനസ്സിലായില്ലല്ലോ? അപ്പം ശരിയാക്കി തരാം. ഇതേ മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണേ. CH3 Br HBr. ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് കാണാനുള്ളത്? ഈ മോളിക്യൂള് മീസോഫോം ആണോ? അല്ല. ഇത് ഒന്നുകിൽ പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. രണ്ടാലൊന്നാണിത്. പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇതിലേക്ക് നമ്മൾ സിങ്ക് ബാർ ആൽക്കഹോൾ ആഡ് ചെയ്താൽ ഇത് ഓൾറെഡി ട്രാൻസ് ആണ്. ട്രാൻസ് മീൻസ് ഓപ്പോസിറ്റ് സൈഡാണ്. ട്രാൻസ് എലിമിനേഷൻ. ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ സെയിം സൈഡ് വരും എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് CH3 C ഡബിൾ ബോണ്ട് CH3 H അഥവാ സിസ് ആൽക്കിൻ കിട്ടും. ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ? അപ്പോൾ ശരിയാക്കി തരാം. ഡോണ്ട് വറി. ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് ദ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു സിസ് ഫോർമാറ്റിലുള്ള അഥവാ മീസോ എന്ന് പറഞ്ഞാൽ ഒരേ സൈഡിലേക്കാണ്. നമുക്കതിന് സിസ് ആയിട്ട് പറയാം. അതിലേക്ക് ട്രാൻസ് എലിമിനേഷൻ നടന്നാൽ, അപ്പോൾ ഇത് സിസ്സും ട്രാൻസും എന്ന രീതിയിൽ മീസോ ഈസ് ഈക്വലൻ ടു സിസ്, ഒരേ സൈഡിലേക്ക് ആയതുകൊണ്ട് സിസ്. അപ്പോൾ സിസ്സും ട്രാൻസും കൂടി ചെയ്താൽ സിസ്സും ട്രാൻസും ട്രാൻസ് പ്രോഡക്റ്റാണ് കിട്ടുക. അതേ സ്ഥാനത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളാണല്ലോ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെന്നിരിക്കട്ടെ. അതിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റാണ്, ട്രാൻസ് ആണ്. ഇത് സിസ്സിന് ഈക്വലൻ്റ് ആണ്, ഇത് ട്രാൻസിന് ഈക്വലൻ്റ് ആണ്. ട്രാൻസിനെ നമ്മൾ ട്രാൻസ് ചെയ്തു. ട്രാൻസും സിസ്സായിട്ട് മാറും. ഏതുപോലെ ട്രാൻസിന് നമുക്ക് മൈനസും മീസോ അല്ലെങ്കിൽ സിസ്സിനെ പ്ലസ്സും ആക്കിയാൽ പ്ലസ്സും മൈനസ്. പിന്നെന്താ? മൈനസും പ്ലസ്. ഇനി പ്ലസ്സും ഉണ്ട്, മൈനസും ഉണ്ട് അല്ലേ? മനസ്സിലായിട്ടില്ല? ഇപ്പം ശരിയാക്കി തരാം. ഇനി അടുത്തത് മീസോ പ്രോഡക്റ്റിലേക്ക് സിൻ എലിമിനേഷൻ നടന്നിരിക്കട്ടെ. ഇതിപ്പോൾ ട്രാൻസ് എലിമിനേഷൻ എന്ന് പറഞ്ഞ പോലെ സിൻ എലിമിനേഷൻ ഉണ്ട്. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഹാലോജൻ റിമൂവ് ആവുന്ന രീതിയിലാണ്, അതാണ് ട്രാൻസ്. സെയിം സൈഡിൽ നിന്ന് റിമൂവ് ആവുന്ന രീതിയിലാണെങ്കിൽ സിന്ന്. അപ്പോൾ മീസോയിൽ നിന്ന് സെയിം സൈഡിൽ നിന്നാണെങ്കിൽ സിസ്സും ഉത്തരം കിട്ടുന്നുണ്ടാവുക സിസ് ആയിരിക്കും, സിസ് ആൽക്കീനായിരിക്കും. ഇനി അതേ സ്ഥാനത്ത് പ്ലസ് ഓർ മൈനസ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ എൽ ആണെങ്കിൽ അതിലേക്ക് സിന്നാണ് കൊടുത്തതെങ്കിൽ ഉത്തരം എന്താ കിട്ടുക? ഉത്തരം കിട്ടുക ട്രാൻസ് ആണ്. നോക്ക്, ഇതിപ്പോൾ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു ട്രാൻസ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് ട്രാൻസും സിസ്സും ട്രാൻസ്. ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം ശരിയാക്കി തരാം, ഡോണ്ട് വറി. ഈ മീസോയെ യു ട്രീറ്റ് ആസ് സിസ് ക്രോസ് ട്രാൻസ്. സിസ്സും ട്രാൻസ്. ഇനി മറ്റേത് ഏത്? മീസോ അല്ലാത്ത ആൾ ട്രാൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ട്രാൻസും സിസ്. ഇപ്പോൾ സംഭവിച്ചത് ഇതാണ്. ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ട്രാൻസ് ടൈപ്പ് അല്ലേ?
അപ്പോൾ പ്ലസ് ഓർ മൈനസിന് ട്രാൻസ് എന്ന് പറഞ്ഞൂടെ? ഇത് രണ്ടും ഒരേ സൈഡിലല്ലേ, അപ്പോൾ സിസ് പോലെയല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മീസോ എന്ന് പറഞ്ഞൂടെ, അത് ഈ സിസ് എന്ന് പറഞ്ഞൂടെ? സോ സിസ്സും ട്രാൻസും അഥവാ ഈ എലിമിനേഷൻ ട്രാൻസ് ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ടൈപ്പ് റിയാക്ഷനാണ്. സിൻ എലിമിനേഷൻ റിയാക്ഷനും ട്രാൻസ് എലിമിനേഷൻ റിയാക്ഷനും ഉണ്ട്. അതേപോലെ സിൻ അഡീഷനും ട്രാൻസ് അഡീഷനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാൻസ് എലിമിനേഷനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ സിസ്സിൽ നിന്നും ട്രാൻസ് എലിമിനേഷൻ നടന്നാൽ കിട്ടുക ട്രാൻസ് ആണ്. ട്രാൻസിൽ നിന്നും ട്രാൻസ് എലിമിനേഷൻ നടന്നാൽ സിസ് കിട്ടും. അതാണ് ഇപ്പോൾ നമുക്കിവിടെ സംഭവിച്ചത്. ട്രാൻസിൽ നിന്നും ട്രാൻസ് എലിമിനേഷൻ, അപ്പോൾ എന്തായി? ഉത്തരം സിസ്സായി. അതേ സ്ഥാനത്ത് സിസ്സിൽ നിന്നും ട്രാൻസ് എലിമിനേഷൻ ആണെങ്കിലോ ഉത്തരം ട്രാൻസ് ആയിരിക്കും. ശരി. സോ ട്രാൻസ് ഇൻറ്റു ട്രാൻസ് സിസ്. ഇനി നോക്കിക്കോളൂ, സിസ് ഇൻറ്റു സിസ്, ആ സിന്നും സിസ്സും ഒരേ മീനിങ് ആണ്. സിസ് ഇൻറ്റു സിസ്, അത് എന്താ കിട്ടുക? സിസ് തന്നെയാണ് കിട്ടുക. ഇനിയുള്ളതോ ട്രാൻസ് ഇൻറ്റു സിസ്, വി ഗെറ്റ് ട്രാൻസ്. മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഒന്നും പേടിക്കണ്ട. നമ്മളിനി അഡീഷൻ റിയാക്ഷൻ ഓഫ് ഹാലോജൻ പറയുമ്പോൾ അവിടെ പറയും ഹാലോജനേഷൻ ഈസ് ട്രാൻസ് അഡീഷൻ. അതേ സമയത്ത് കുറച്ച് അപ്പുറത്ത് പോയിട്ട് കേമനോഫോർ അഡീഷൻ പറയുമ്പോൾ കേമനോഫോർ അഡീഷൻ ഈസ് ഇൻ അഡീഷൻ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ അഡീഷൻ ആണെങ്കിലും എലിമിനേഷൻ ആണെങ്കിലും ഇതേ സാധനമാണ്. ഇതേ സാധനം ഞാൻ അവിടെ എഴുതും. അപ്പോൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സെറ്റായിട്ടുണ്ടാവും. ഓക്കെ. സോ ഡി ഹാലോജനേഷൻ ഈസ് ട്രാൻസ് എലിമിനേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ലേൺ സം മോർ എക്സാമ്പിൾസ്. നോക്കിക്കോ, ഇതാ കണ്ടോളൂ. ഇവിടെ Cl, ഇവിടെ Cl, ഇതിലേക്ക് സിങ്ക് ആഡ് ചെയ്തു, ബാർ ആൽക്കഹോൾ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിന് സിസ്സും ട്രാൻസും ഒന്നും പറയാനില്ല, കാരണം കിട്ടുന്ന പ്രോഡക്റ്റ് സിസ്സും ട്രാൻസും ഉള്ള ആളല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മാത്രമല്ല ഈ രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് തന്ന മോളിക്യൂൾ ഇതാ ഇങ്ങനെയാണ്. ഇവിടെ Cl, ഇവിടെ Cl, ഇതിലേക്ക് സിങ്ക് ബാർ ആൽക്കഹോൾ ആഡ് ചെയ്തു. എന്താ ഉത്തരം എന്ന് ചോദിച്ചു. ഇതിപ്പോൾ സിസ് അല്ലേ? സിസ്സാണ്. ഈ എലിമിനേഷനോ ട്രാൻസ് ആണ്. സിസ്ക്ക് ട്രാൻസ് എന്താ കിട്ടുക? ട്രാൻസ് ആണ് കിട്ടുക. സോ ദ പ്രോഡക്റ്റ് ഈസ് ലൈക്ക് ദിസ്. കണ്ടാ? ഓക്കെ. ഇനി വളരെ രസകരമായ റിയാക്ഷൻ നോക്ക്. ഇത് ഒരേ സൈഡിലേക്കാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രോമിനുണ്ട്, ഇവിടെ ഒരു ബ്രോമിനുണ്ട്. ഒരു കേസ്. ഇനി മറ്റൊരു കേസ് നോക്കട്ടെ. ഈ പറഞ്ഞ മാതിരി ഇതിൽ ഒരാൾ ഇതേപോലെയാണ്, മറ്റാളുള്ളത് ഡാഷിലാണ്. ഇതാ. അപ്പോൾ ഇത് ഓൾറെഡി സിസ്സാണ്, ഇത് ട്രാൻസ് ആണ് അല്ലേ? സിസ്ക്ക് ട്രാൻസ്, ട്രാൻസ്, ട്രാൻസ്ക്ക് ട്രാൻസ്, സിസ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഇതിലേക്ക് സിങ്ക് ആൽക്കഹോളിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇതിലേക്ക് സിങ്ക് ആൽക്കഹോളിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ക്യാൻ യു പ്ലീസ് റൈറ്റ് ദ ആൻസർ? പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. ഒന്ന് ചെയ്ത് നോക്ക്, ഒന്ന് ചെയ്ത് നോക്ക്. ഇതാ ഇത് രണ്ടും ഞാൻ എഴുതിയല്ലോ, ഇത് രണ്ടും നിങ്ങൾ എഴുത്. ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഞാൻ പറയട്ടെ മക്കളെ, ഞാൻ പറയാം. ഇത് സിസ് അല്ലേ? സിസ്ക്ക് ട്രാൻസ് ഉത്തരം കിട്ടേണ്ടത് ട്രാൻസ് ആണ്. ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കാരണവശാലും ട്രാൻസ് വരക്കാൻ പറ്റില്ല. റിങ്ങിൻ്റെ ഉള്ളിൽ ഇത് സിസ്സാണ്. കണ്ട, ഒരേ സൈഡൊക്കെ ആയതുകൊണ്ട് സിസ്സാണ്. സോ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണെന്ന് അറിയാം മക്കളെ? ഇവിടുത്തെ പ്രോഡക്റ്റ് നോ റിയാക്ഷൻ. എന്ത് ഡ്രസ്സാണല്ലേ! അതിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ക്ലാരിറ്റി നോക്ക്. റിങ്ങിനകത്ത് ട്രാൻസ് ഫോം ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് 7 കാർബൺ വരേക്കും. 7, 8 അതിൻ്റെ മേലൊക്കെ ആണെങ്കിൽ ഓക്കെ. 7 വരേക്കും ഈ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഉത്തരമില്ല, നോ റിയാക്ഷൻ. അതേ സ്ഥാനത്ത് ഇവിടെ നോക്ക്, ഇതും സെയിം തന്നെയാണല്ലോ, ഡൈഹാലോ സൈക്ലോഹെക്സീൻ ആണല്ലോ. പക്ഷേ ഇത് ട്രാൻസിലാണ് നിൽക്കുന്നത്. ട്രാൻസ്ക്ക് ട്രാൻസ് സിസ്, ദാറ്റ് മീൻസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഹിയർ ഈസ് സൈക്ലോഹെക്സീൻ. ഇവിടെ ഉത്തരമുണ്ട്. വണ്ടർഫുൾ കോൺസെപ്റ്റ് അല്ലേ? ഇനി കുറച്ചും കൂടെ ജയിക്കാർക്ക് വേണ്ടി ഒറ്റ പോയിൻറ്റും കൂടെ പറയട്ടെ. ഒറ്റ പോയിൻറ്റും കൂടെയാണ് പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദാറ്റ്സ് ഓൾ. വെരി സിമ്പിൾ പോയിൻറ്റ്. ഇതാ ഈ ആൽഫ ഒമേഗ ഡൈഹാലൈഡ്സ് ഉണ്ടല്ലോ, ഡൈഹാലൈഡ്സ്, അവർ സൈക്ലോ ആൽക്കെയിനായിട്ടാണ് മാറുക. എപ്പോൾ ഈ പണി എടുത്താൽ? ഏത് പണി ഇപ്പോൾ ചെയ്ത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെടുത്തതാ ഇങ്ങനൊരു N ടൈംസ് ഉള്ളൊരു സാധനം, ഇവിടെയും ക്ലോറിൻ, ഇവിടെയും ക്ലോറിൻ. സൈക്ലോ പെൻറ്റൈൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ല പെൻറ്റൈൽ ക്ലോറൈഡ് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെ വന്നിട്ട് ഇതിലേക്ക് നമ്മൾ സിങ്ക് ബാർ ആൽക്കഹോൾ ആഡ് ചെയ്താൽ ഇതിങ്ങനെ അങ്ങോട്ട് പോയിട്ട് റിങ് ആയിട്ട് മാറും. അത് ഇതാ N ടൈംസ് ടിങ് റിങ് ആയി.
മനസ്സിലായിട്ടില്ല? ഇപ്പോൾ ശരിയാക്കി തരാം. നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു മോളിക്കൂൾ ഉണ്ടെന്നിരിക്കട്ടെ. ഇവിടെയും ക്ലോറിന്, ഇവിടെയും ക്ലോറിന്. ഇതിലേക്ക് സിങ്ക് ആഡ് ചെയ്തു, ബാർ ആൽക്കഹോൾ. എന്താ ഉത്തരം എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കോ, ഇവിടെ 1 2 3 4 5. ഈ സാധനം ഇങ്ങനെ നിൽക്കും, കണ്ട? ഇപ്പോൾ 5 കാർബണായില്ലേ? ഇവിടെ ഒരു ക്ലോറിനും ഇവിടെ ഒരു ക്ലോറിനും. ഇതന്നെയാണിത്. ഈ 2 ക്ലോറിനും കൂടി സിങ്കുമായി ചേർന്നിട്ട് എന്താകും? സിങ്ക് ക്ലോറൈഡ് കണ്ട് പോകും. എന്നിട്ട് എന്താ ഉത്തരം കിട്ടുക? ഇതെൻ്റെ റിങ് ആവും. ദാറ്റ് ഈസ് ഇത് കിട്ടും, സൈക്ലോപെൻറ്റേൻ കിട്ടും. അതാണ് ഉത്തരം. കണ്ട? അതാണ് ഈ പറഞ്ഞത്. n നമ്പർ ഓഫ് കാർബണാറ്റ് ആകുമ്പോൾ അത് സൈക്ലോ ആൽക്കീനായിട്ടാണ് മാറുക. റൈറ്റ്? സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന് നമുക്ക് ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് ഈ മെത്തേഡ് വഴിയാണ് പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ? ദാറ്റ്സ് ഓൾ. സോ വി ആർ ഇൻ ദ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. അഥവാ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ നമ്മൾ ഏതൊക്കെ മെത്തേഡ് കഴിഞ്ഞു? കുറേ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇതാ ഈ മെത്തേഡ് കഴിഞ്ഞു, ഈ മെത്തേഡ് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ആൽക്കഹോളിൽ നിന്നും ബൈ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം സക്സിനേറ്റും 2 മെത്തേഡും കൂടെ ബാക്കിയുണ്ട്.